ബൈ പ്രൊഫഷൻ ഞാൻ പഠിച്ചിരിക്കുന്നത് മനഃശാസ്ത്രമാണ്, സൈക്കോളജിയാണ്. എൻ്റെ സ്പെഷ്യലൈസേഷൻ എംഫിൽ ചെയ്തത് ഫാമിലി കൗൺസിലിങ്ങിലാണ്. അപ്പം എൻ്റെ ജോലി എന്ന് പറയുന്നത് ക്ലാസ് എടുക്കുന്നതല്ല, ട്രെയിനിങ് പ്രോഗ്രാമുകളല്ല, പ്രശ്നക്കാരായ ഭാര്യ ഭർത്താക്കന്മാരെ കൈകാര്യം ചെയ്യുക എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട പണി. എൻ്റെ അടുത്ത് സന്തോഷമുള്ള ആരും വരാറില്ല. വേദനിക്കുന്നവർ, മടുത്ത് ജീവിക്കുന്നവർ, എങ്ങനെയെങ്കിലും ജീവിതമൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയെന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നവരാണ് എന്നെ തേടി വരാറുള്ളത്. നിങ്ങൾക്ക് എന്നെ പരിചയമില്ലാത്തതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ പരിചയമില്ലാത്തത്. അങ്ങനെ ഒരു 44 വർഷങ്ങളുടെ അനുഭവങ്ങളെന്ന് പറയുന്നത് ചെറുതല്ല. കേരളത്തിലെ സീനിയറായ ഒരു കൗൺസിലറായിട്ട് സ്വയം വെച്ചിരിക്കുന്നതല്ല, അങ്ങനെയാണ് ഞാൻ അറിയപ്പെടുക. ഞാൻ 1978 എൻ്റെ സൈക്കോളജി പഠനമൊക്കെ പൂർത്തിയാക്കി കൗൺസിലിംഗ് ഫീൽഡിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. 78-80 കാലഘട്ടങ്ങളിൽ എന്നെ തേടി വന്നിരുന്ന കുടുംബ പ്രശ്നങ്ങളും ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന കുടുംബ പ്രശ്നങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. 78-80s കുടുംബ പ്രശ്നങ്ങൾ എന്ന പേരിൽ എന്നെ കാണാൻ വന്നത് കുറച്ച് പെണ്ണുങ്ങളാണ്, കുറച്ച് സ്ത്രീകളാണ്. കുറച്ച് സ്ത്രീകളെന്ന് പറഞ്ഞാൽ 2 തരം സ്ത്രീകളാണ്. ഒന്ന് ഭീകരരൂപിയായ ഒരമ്മായിയമ്മ, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടിനെ പോലെ നിന്നിരുന്ന ഒരു മരുമകള്. പഴയ കഥയാണ്, ഇപ്പം തിരിച്ചാ വരുന്നത്. ഭീകരരൂപിയായ മരുമകള്, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടായ അമ്മായിയമ്മ. ഒതുക്കിക്കളഞ്ഞല്ലേ? ഇങ്ങനെയാ പറയാറുള്ളത്. അമ്മായിമാർക്കൊരു സന്തോഷമായിക്കോട്ടെ. അതെ, ഒതുക്കിക്കളഞ്ഞെന്നാ പറയാറുള്ളത്. 80-85 കാലഘട്ടങ്ങളിൽ എന്നെ തേടി വന്നിരുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ മദ്യപാനം കൊണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങളും സ്ത്രീധന പീഡനങ്ങളൊക്കെ ആയിരുന്നു. പണ്ട് മദ്യപാനം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല കേട്ടോ. കുടുംബനാഥൻ മാത്രം മദ്യപിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടേ. ഈ വീട്ടിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വിറ്റു കുടിക്കുക, കുടുംബത്തിൻ്റെ അടിത്തറ വരെ മാന്തി കുടിക്കുക, താലിമാല വരെ വിറ്റ പണയം വെച്ചോ സൗകര്യം പോലെ, അങ്ങനെ ഒരു രീതിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന നമ്മുടെ നാട്ടിൽ അത്ര കുഴപ്പമൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? ഇപ്പം എങ്ങനെയാണാവോ? ഞാൻ അവിടുത്തെ കാര്യം പറയാം. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്, കോട്ടയംകാരിയാണ്. ഞങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീട്ടുകാരൻ മേടിച്ചുകൊണ്ട് വരുന്നു, ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വാടി എന്ന് പറയുന്നു. അങ്ങനെ ഗ്ലാസും വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ തൊട്ട് നിൽക്കാൻ വല്ലോ ഉണ്ടോടി എന്ന് ചോദിക്കുന്നു. അച്ചാറാണേലും മതിയെന്ന് പറയും. ഒരു കൂട്ടായ്മയുടെ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടോ അത്ര ആയിട്ടില്ലേ? പിന്നെ അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന, കുടുംബം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ഒരു സ്റ്റൈലിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറി. പിള്ളേർ പഠിക്കുന്നത് പലപ്പോഴും അപ്പൻ്റെ കുപ്പിയിൽ നിന്ന് എടുത്ത് തന്നെയാണ്. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എനിക്കിപ്പോൾ വരുന്നതിൽ ആണുങ്ങൾ മദ്യപിക്കുന്ന രീതികളൊക്കെ പഴഞ്ചനാണ്. ആണുങ്ങളെക്കാളേറെ നന്നായി മദ്യപിക്കുന്ന സ്ത്രീകൾ. എനിക്ക് ഈയിടെ വന്നു വോഡ്ക ഇല്ലാതെ പറ്റത്തില്ലാത്ത ഒരു പെണ്ണ്. അവൾ വോഡ്ക മാത്രമേ കഴിക്കൂ. അങ്ങനെ ഒത്തിരി കേസുകൾ. ഈ അടുത്ത നാളിൽ ഈ കഴിഞ്ഞ, അതായത് സെപ്റ്റംബർ 2nd സാറ്റർഡേ ഞാൻ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് ചട്ടവട്ടങ്ങൾ കൂട്ടുമ്പോൾ കൊച്ചിയിൽ നിന്ന്, കാക്കനാട്ട് നിന്ന് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ എന്നെ രാത്രിയിൽ വിളിച്ചു. ഗ്രേസ്ലാൽ മാഡം ലേറ്റ് നൈറ്റാന്ന് അറിയാം, എന്നാലും എനിക്ക് വിഷമമുള്ളത് കൊണ്ട് ഒന്ന് വിളിച്ചു പോയതാ. ഞാൻ നിങ്ങളുടെ ഒരു ക്ലാസ് കൂടിയിട്ടുണ്ട് പ്രീ മാരേജ് കോഴ്സിന്. ഞാൻ കല്യാണം കഴിച്ചിട്ട് 6 വർഷമായി. എനിക്ക് 2 കുട്ടികളാണ്. ഒരാൾക്ക് 4 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ്. എൻ്റെ ഭാര്യയും ഞാനും IT ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ രണ്ടും ക്വാളിഫൈഡാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. ഇന്ന് എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് ഒരു US ബേസ്ഡ് കമ്പനിയാണ്. അതിൻ്റെ 10ാം വാർഷികാഘോഷമായിരുന്നു, ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അവൾ 2-3 ദിവസമായി ഇടുന്ന ഡ്രസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ വാങ്ങി അവളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി മുടിയൊക്കെ നല്ല ഭംഗിയായി സെറ്റ് ചെയ്ത് ഞാനാ രാവിലെ കൊണ്ട് വിട്ടത്.
ഹാപ്പി ആയിട്ട്. വൈകുന്നേരം എന്നെ വിളിച്ചു ഒരു 7:30 സിജോ ഡിന്നറോട് കഴിഞ്ഞിട്ടേ ഞാൻ വരൂ. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, യു ടേക്ക് യുവർ ഓൺ ടൈം, ഹാപ്പി ആയിട്ട് വന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ബട്ട് ഒരു 9:30 കഴിഞ്ഞപ്പോൾ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ താഴെ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ വന്നിട്ട് എന്നെ വിളിച്ചു, സിജോ നീ താഴെന്ന് ഇറങ്ങി വരാവോ, ഒരു സാധനം മേളിലോട്ട് കൊണ്ടുപോകാനാ. നീ താഴെന്ന് ഇറങ്ങി വരാവോ, ഒരു സാധനം മേളിലോട്ട് കൊണ്ടുപോകാനാന്ന് പറഞ്ഞപ്പം സിജോ ഓർത്ത് തമാശയാണ്. അവൻ പറഞ്ഞു സാരയില്ല, അവൾക്കറിയാം, അവൾ ഫെമിലിയർ ആണ് ഇവിടെ, രാത്രിയൊന്നും പ്രശ്നമില്ല, അവളിങ്ങ് കയറി പോന്നോളും. അല്ല നീ വന്നേ പറ്റൂ. 4 വയസ്സുള്ള മോള്, 1 വയസ്സുള്ള മോന്, ഒരാളെ തോളിലും ഒരാളെ കയ്യിലും പിടിച്ച് ഞാൻ പെട്ടെന്ന് ലിഫ്റ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ കഴഞ്ചിന് വെളിവില്ലാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് 2 ആണുങ്ങൾ പിടിച്ചിട്ട് നിൽക്കാൻ മേലാത്ത രീതിയിൽ ഒരുത്തൻ്റെ തോളിലേക്ക് ചാരിക്കിടക്കുന്ന എൻ്റെ ഭാര്യ. പെട്ടെന്ന് എൻ്റെ മോള് കരയാൻ തുടങ്ങി. മമ്മിക്ക് എന്തോ അസുഖമാണ്, എന്താ പറ്റിയ പപ്പ എന്ന് ചോദിച്ച് കരയാൻ തുടങ്ങി. എന്തായാലും ഞാൻ അവരോട് പറഞ്ഞു, മേളിക്കൊണ്ട് താ സാധനം, മേളിക്കൊണ്ട് തരാതെ പറ്റില്ല. അങ്ങനെ അവർ കൊണ്ടുവന്ന് കട്ടിലേലോട്ട് ഇട്ടിട്ട് പോയി. ഛർദിക്കുകയാണ് അവള്, വീട് മുഴുവൻ ഛർദിച്ചു. മാഡം, ഇന്ന് പകല് ശാലോൺ TV-യിൽ നിങ്ങളുടെ ഒരു പ്രോഗ്രാം കണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ഓർത്തത്. ആദ്യം ഞാൻ ഓർത്തു വീഡിയോ കോളിൽ അവളുടെ അമ്മയെ വിളിച്ച് ഈ രൂപം ഒന്ന് കാണിക്കാം. ബട്ട് അവളുടെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, കീമോതെറാപ്പി നടക്കുകയാണ്. ആ സ്ത്രീയെ വേദനിപ്പിക്കണോ എന്നൊരു നിമിഷം എൻ്റെ മനസ്സൊന്ന് തേങ്ങി. വേണ്ടെന്ന് വെച്ചു. എനിക്ക് അമ്മയില്ല, പപ്പ മാത്രമേ ഉള്ളൂ. പപ്പ ഒറ്റയ്ക്കാ, എൻ്റെ അനിയൻ സിംഗപ്പൂരിലാണ്. ഞാൻ പപ്പയെ വിളിക്കാൻ എന്നിട്ട് ഓർത്തു വേണ്ട, പപ്പയും വിളിക്കണ്ട, എന്തിനാണ് അവരെ വേദനിപ്പിക്കുന്നത്. അവസാനം ഞാൻ ഓർത്തു നിങ്ങളെ വിളിച്ചു കളയാം. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചെ, നീ ഈ ലോകത്തിലൊന്നുമല്ലേ ജീവിക്കുന്നത്, നന്നായിട്ട് കള്ളടിച്ച് ഫിറ്റായി വരുന്നവർക്ക് മോര് കൊടുക്കും. ഇല്ലേ, കൊടുക്കത്തില്ലേ? അറിയാം, നിനക്കും അറിയാമല്ലോ. അതെ, ഞാൻ പറഞ്ഞ എടാ പൊന്നു മോനെ, നീ ആ ഫ്രിഡ്ജ് തുറന്ന് അതിനകത്ത് തൈര് വല്ലതും ഇരിപ്പുണ്ടോ നോക്ക്, അത് കലക്കി കുറെ അവിടെ ഉണ്ണാക്കിലോട്ട് നീ ഒഴിച്ചു കൊടുക്ക. കെട്ടുവിടാതെ ഞാൻ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അവൾക്ക് ബോധമില്ല. അത് കഴിഞ്ഞ് നീ പതുക്കെ അതിനെ പിടിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ഷവർ ഒന്ന് സാവധാനം ഓൺ ചെയ്ത് അതിൻ്റെ കീഴിലോട്ട് വെക്ക. അത് കഴിഞ്ഞിട്ട് നീ അതിനെ കുളിപ്പിക്കരുത്, നീ അതിൻ്റെ ഡ്രസ്സ് മാറരുത്, ഛർദിൽ തുടയ്ക്കരുത്, അവിടുത്തെ ഒരു സാധനവും നീ വൃത്തിയാക്കരുത്. നേരം വെളുത്ത് ബോധം വരുമ്പോൾ ഈ പെണ്ണിതെല്ലാം കാണണം. അതുകൊണ്ട് നീ കുറച്ചുകൂടെ വല്ലതും ചെയ്യാമെങ്കിൽ ചെയ്തു, അവൾക്ക് കാണാൻ പാകത്തിന്. നീ ഒന്നും ചെയ്യണ്ട, അവളെ അവിടെ ഇരുത്താൻ പറഞ്ഞു. രാവിലെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ ഇവരെന്നെ 10 മണിയായിട്ടും വിളിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഉണർന്നിട്ടില്ലേ, ടോയ്ലറ്റിൽ കിടക്കുക. B.Tech MBA, 1ാം തരം ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു വളർന്ന പെണ്ണ്, 1 ലക്ഷത്തിന് മേലെ സാലറി വാങ്ങിക്കുന്ന പെണ്ണ്, 2 പിള്ളേരുടെ അമ്മ, 1ാം തരം ഒരു ചെറുക്കൻ കല്യാണം കഴിച്ചു. ഭർത്താവിൻ്റെ കുഴപ്പമൊന്നുമല്ല ഇത്, നല്ലൊരു പയ്യൻ കല്യാണം കഴിച്ച പെണ്ണ്. ഇതൊരു സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനൊന്നും അല്ല വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഒരു പയ്യനെ കൊണ്ട് വന്നു. അവന് ചെന്നൈയിൽ SRM-ൽ പഠിക്കുകയാണ്. അപ്പം അവന് ഇച്ചിരി ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നു, അതിന് വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ കുടിക്കും പക്ഷെ ഡ്രഗ് ഉപയോഗിക്കുകയല്ലെന്ന്. ഒരു തള്ള എന്നോട് പറയുകയാണ്, ഞാൻ കള്ളു കുടിക്കും പക്ഷെ ഞാൻ ഡ്രഗ് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇവനെ കൊണ്ടുവന്ന് ഡ്രഗ് ഉപയോഗിച്ചു. അപ്പം ഈ അമ്മയ്ക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, യോഗ്യതയുണ്ടോ? അപ്പം ഞാൻ കാണുന്നതൊക്കെ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ആ 85, 90s സ്ത്രീധന പീഡനം എന്നും പറഞ്ഞ് കുറച്ച് കേസുകൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. പണ്ട് സ്ത്രീധന പീഡനം എന്നൊക്കെ പറയുന്നത് പാവപ്പെട്ട പെൺകുട്ടികളുടെ പ്രശ്നങ്ങളായിരുന്നു. പാവപ്പെട്ട പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 5000 രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു 5-10 പാവിന് വേണ്ടിയൊക്കെയുള്ള കേസുകളാണ് അന്ന് വന്നിരുന്നത്. അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യന്റെ പ്രശ്നമെന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, ഇല്ലായ്മയാണ്. ഇന്ന് എനിക്ക് അങ്ങനെയുള്ള ഒരു വിചാരമൊന്നുമില്ല. കാരണം ഇന്ന് എനിക്ക് ദാരിദ്ര്യം പിടിച്ച ഒരു കേസ് പോലും വരുന്നില്ല. എല്ലാം തന്നെ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇടപാടുകളാണ്.
2.5 കോടിയുടെ 1.5 കോടിയുടെ. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കേസുണ്ട്. 2.5 കിലോ സ്വർണം, 50 ലക്ഷത്തിൻ്റെ ഡയമണ്ട് മാത്രം, പിന്നെ ഒരു BMW കാറ്, പിന്നെ ചെറിയ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു വെൻഡോ എന്ന് പറയുന്ന ഓക്സാഗിൻ്റെ വേറൊരു കാറ്, പിന്നെ നെല്ലിയമ്പതിൽ 100 ഏക്കർ തോട്ടം. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം ഇത്തരം കേസ് വരുന്നത്. കാര്യം മനസ്സിലായില്ലേ? ഫീസ് അതെ, ശരിക്കും നമുക്ക് കുറ്റബോധത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. അതേസമയം ഈ ദാരിദ്ര്യം പിടിച്ചവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പരിധിക്കപ്പുറം അവരോട് പറയാൻ പറ്റില്ല. കാരണം എനിക്കറിയാം എൻ്റെ പിള്ളേർക്ക് വയറിളക്കം ഉണ്ടാവും, അതുകൊണ്ട് വല്ലതും വാങ്ങിച്ചു കൊടുത്താൽ എൻ്റെ പിള്ളേരുടെ ആരോഗ്യം പോവും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം കേസ് വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെ, അപ്പം ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്നറിയോ? പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസം ഇല്ലാതെ ഇത്തരം കേസുകൾ വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു കേസ്, ഒരു പെൺകുട്ടി, അവളെ ഒരു പട്ടാളക്കാരൻ കെട്ടി, വീട്ടുകാരാലോചിച്ച് കെട്ടിച്ചൊക്കെ 2 കുട്ടികളുണ്ട്, ഇപ്പം പിണങ്ങി വന്ന് നിൽക്കുക. ആ കേസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഈ സ്ത്രീ അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്ത് കഞ്ഞിക്കറിയും വെക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ശമ്പളം എന്ന് പറയുന്നത് 6000 അത്രേ ഉള്ളൂ. അവരുടെ കെട്ടിയവനൊരു സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഞാനിവരോട് ഇങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് ചോദിച്ചു, നിങ്ങൾ സ്ത്രീധനം വല്ലതും കൊടുത്തിരുന്നോ? 10 ലക്ഷം. 10 ലക്ഷമോ? 10 ലക്ഷമോ? ഞങ്ങൾക്കൊരു മുളയേ ഉള്ളൂ മാഡം. അപ്പം എത്ര സെൻറ്റ് സ്ഥലമുണ്ട് നിങ്ങൾക്ക്? അത് 7.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. 7.5 സെൻറ്റ് സ്ഥലം ആകപ്പാടെ 12ഉം കൂടി ഒരു 20,000 രൂപ വരുമാനം ഉള്ളവർ 10 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ എവിടുന്ന് കൊടുത്ത്? അത് ഞങ്ങൾ ചിട്ടിയായി, പത്തലായി, മറ്റതായി, മറിച്ചതായി, പിന്നെ ലോണ്. അപ്പം ഞാൻ ചോദിച്ചു, ലോൺ എന്തേലും അടച്ചോ? ഇല്ല, ഇപ്പം അത് 26 ലക്ഷമായി. 2 പിള്ളേരുണ്ടായി വന്നപ്പോഴത്തേക്ക് 26 ലക്ഷമായിട്ടത് വളർന്നു. മനുഷ്യന്റെ പ്രശ്നം എന്നാന്നറിയോ? അഹങ്കാരാണ്, അഹംഭാവമാണ്, ഉള്ളതിൽ കൂടുതൽ കാണിക്കാനുള്ള വ്യഗ്രത, എന്നിട്ട് പോയി ആത്മഹത്യ. അത് വേറൊരു വശം. പിന്നെ 90കളിൽ പ്രേമവിവാഹങ്ങള്, അവയുടെ പരാജയങ്ങള്, വല്ലപ്പോഴും ചില ഇന്റർകാസ്റ്റ് മാരേജസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് പ്രേമം പാപമായിരുന്നു. നിനക്കറിയില്ല, നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ. എൻ്റെയൊക്കെ സമയത്തെ പ്രേമിക്കണേൽ ഭയങ്കര പാടായിരുന്നു. പ്രേമമൊക്കെ തോന്നിയിട്ടില്ല എന്ന് പള്ളിക്കകത്ത് നിന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കള്ളാവില്ലേ? ഇതെല്ലാം ഡൽഹിയിലും അവിടെയൊക്കെ പഠിച്ചതല്ലേ. അപ്പൊ പ്രേമം തോന്നിയിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പ്രേമം തോന്നിയാൽ എന്നാ ചെയ്യാനാ? ഫോണില്ല, ലാൻഡ് ഫോൺ പോലും ഇല്ല. നിങ്ങൾക്കറിയാവോ? പിന്നെ ആകെ ചെയ്തത് എന്നാന്നറിയോ? ആരും അറിയാതൊരു പ്രണയലേഖനം എഴുതി ഉണ്ടാക്കി. ഉദ്ദേശിക്കുന്ന ആൾക്ക് കൊടുക്കാൻ ഒരാളെ കണ്ടുപിടിച്ചു, ഇത് കൊടുത്തു വിട്ടു. അയാൾ അത് വായിച്ച് പഠിച്ച് മറുപടി എഴുതി വേറൊരാളെ കണ്ടുപിടിച്ച് ഇത് കൊടുത്തു വിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി വന്നപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു. സംഭവം മനസ്സിലായില്ലേ? ഇതൊക്കെ എന്ത് പാടുള്ള പരിപാടിയായിരുന്നു, നീണ്ട പ്രോസസ്സായിരുന്നു. അതെ, ഇപ്പൊ ആണ് എന്നോ രസവാ അല്ലേ? ശരിയല്ലേ? മിസ്ഡ് കോൾ പ്രണയം, ഇന്റർനെറ്റ് പ്രണയം. എവിടെ നിന്നാടി കൊച്ച ഇവനെ കിട്ടിയത്? ഇൻസ്റ്റാ. എവിടെ നിന്നാടാ ഇതിനെ കിട്ടിയത്? FB. നല്ല ശേല ഇത് കേൾക്കാൻ. ഇൻസ്റ്റാ എന്നൊക്കെ പറയുന്ന പറച്ചിൽ കേൾക്കാൻ എന്നാ രസമെന്നറിയോ? ഇൻസ്റ്റയിൽ കണ്ടതിനെ കിട്ടുക, FBയിൽ കണ്ട, അതായത് ജീവിതത്തിൽ നേരിട്ട് പോലും കണ്ടിട്ടില്ല, എന്നിട്ട് ഇറങ്ങി പോവുക. അങ്ങനെയുള്ള കേസുകൾ ഒത്തിരിയാ. പ്രായം പ്രശ്നമല്ല. ഇപ്പൊ വന്നൊരു കേസ് കേൾക്കണോ? 24 വയസ്സുള്ള ഒരു ചെറുക്കന് 61 വയസ്സുള്ള ഒരു സ്ത്രീയോട് പ്രേമം. എനിക്ക് ഭയങ്കര സന്തോഷം അത് കേട്ടപ്പോഴേ. അല്ല, ആർക്കെങ്കിലും തോന്നാൻ മേലഴിയൊന്നും ഇല്ലല്ലോ. എവിടുന്ന് ആർക്കാ തോന്നുന്ന ആർക്കാ അറിയാൻ പറ്റുക? അതങ്ങനെ തോന്നട്ടെ. ഏതായാലും ഇനി ഒരു സമയം കൂടി. എനിവേ, ഈ ചെറുക്കന് ഇപ്പം പറഞ്ഞ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഒരു കേസാണ്. പിന്നെ എനിക്ക് വന്നതിൽ ഇങ്ങനത്തെ ഒത്തിരി കേസുകളുണ്ട്. ജാതി പ്രശ്നമല്ല, ഏത് ജാതി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് പറയുന്ന ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഈ പിള്ളേരെ കൊച്ചിലെ പഠിപ്പിച്ച നമ്മൾ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നും പറഞ്ഞ് കണ്ണി കാണുന്നവനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന, കണ്ണി കാണുന്നവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കേസുകൾ, പോലീസുകാർ കൊണ്ടുവരുന്ന കേസുകൾ ഒത്തിരിയുണ്ട്. എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കിൽ എപ്പോഴും ആളുള്ളതുകൊണ്ടേ നമ്മളിത് തുറന്നു വെച്ചിരുന്നാൽ ആളില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ
എന്താ പറയുക, ഇപ്പൊ എന്നെ വിഷമിപ്പിക്കുന്ന ഇങ്ങനത്തെ കേസൊന്നും അല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആത്മഹത്യാശ്രമം നടത്തുന്ന, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്തിക്കൊല്ലാനും അല്ലാതെ കൊല്ലാനും മടിയില്ലാത്ത ക്രിമിനലിസം വളരുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ കാണുന്നത്. കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. സൂക്ഷിച്ചു വേണം സൂക്ഷിച്ചു വേണം കിടക്കാൻ. അതെ, ഭാര്യ ഭർത്താവിനെതിരെ, ഭർത്താവ് ഭാര്യക്കെതിരെ, എന്തിനേറെ നമ്മള് ഒത്തിരിയേറെ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ ജോലി എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പിടിക്കുന്നത് നന്നാക്കലായിരുന്നു ഒരു സമയത്തെങ്കിലും. ഇപ്പോഴും തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ അല്ലാതെ വരാറുണ്ട്. കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കുക എൻ്റെ പണിയാ. ആലോചിച്ച് നോക്കണം നിങ്ങള്. ഈയിടെ ഒരപ്പന്, അങ്ങനെ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്, ഭാര്യ ടീച്ചറാണ്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. 2 പിള്ളേരാ, ഒരു പെണ്ണും ഒരാണും. പെണ്ണിനെ കെട്ടിച്ചു വിട്ടു. ഒരു മകനുണ്ട്, അവൻ PhD കാരനാണ്, ഇപ്പൊ കാനഡയിലാണ്. അവന് 38 വയസ്സായി, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അപ്പൊ ഈ അപ്പൻ ഒരു ദിവസം എന്നെ കാണാനായിട്ട് വന്നിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾ ഒരു 5 പെണ്ണുങ്ങളെ കണ്ട് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല പെൺപിള്ളേര്, നല്ല എഡ്യൂക്കേറ്റഡ്, PhD ഉള്ളതുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്. മാഡം അവനെ ഒന്ന് സമ്മതിപ്പിച്ചു തരണം കേട്ടോ, ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വരുന്നുണ്ട് മാഡം. അപ്പൊ ഞാൻ പറഞ്ഞു വരട്ടെ, നമുക്ക് ആലോചിക്കാം എന്താ കാര്യം എന്നറിയണ്ടേ. അപ്പൊ അങ്ങനെ ഈ അപ്പനെ അവൻ വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, വന്നിട്ടുണ്ട്, മാഡത്തെ കാണാൻ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ വരാന്ന് പറഞ്ഞിരിക്കുക. മാഡം ഇതൊരവസാന ചാൻസ് കേട്ടോ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, അവൻ്റെ പ്രശ്നം എന്നാന്നറിയട്ടെ. അങ്ങനെ വന്ന് ഞാൻ ഇവനോട് ഫാമിലിയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, തലമുറകളെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവനോട് ഘോരം പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മോനെ കല്യാണം എന്ന് പറയുന്നത് വളരെ സുഖമുള്ള, ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഞാനിപ്പോൾ 40-48 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ ഇത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്, രസമുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അതെ എൻ്റെ കല്യാണം കഴിഞ്ഞു. എന്ന്? എവിടെ വെച്ച്? അതെ, ഞാൻ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ അല്ല, ഞാൻ കല്യാണം കഴിച്ച ഒരാണിനെയാണ്. അവനൊരു ഗേയാണ്, അവനൊരു ഗേയാണ്. ഇത്രയും നാളായിട്ട് ആർക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യം. അവൻ്റെ കൂടെ ഒരുത്തനുണ്ട്. അവർ രണ്ടുകൂടെ കാനഡയ്ക്ക് പോയി താമസിക്കുന്ന ഒരു മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനോർത്ത്, ഈ അപ്പനോട് ഞാനിത് എങ്ങനെ പറയും? അങ്ങേരിപ്പൊ കെട്ടിക്കാൻ എനിക്ക് 5 പെണ്ണുങ്ങള്. ഞാന് സർവ്വദൈവങ്ങളെയും പ്രാർത്ഥിച്ച് മനസ്സിങ്ങനെ ഉരുകി പ്രാർത്ഥിച്ച അവസാനം ഞാൻ ആ മനുഷ്യനോട് ഇളവിളിയിലിരുത്തി ആ മനുഷ്യനെ 2 പേരെയും കൂടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നതൊക്കെ സംയമനത്തോടെ കേൾക്കണം. ഹി ഹാസ് സം പ്രോബ്ലം, അവന് ശകലം കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം മാഡം? എനി സെക്ഷൽ പ്രോബ്ലം? ഞാൻ പറഞ്ഞു, അങ്ങനെയും കരുതിക്കൂ, അവൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങേര് കരയാൻ തുടങ്ങുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അവനൊരു ഗേയാണ്, അവന് പറ്റില്ല ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ, അവന് അത് സാധിക്കില്ല. അതുകൊണ്ട് കൊച്ചിലെ എങ്ങാണ് ഇവനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പതുക്കെ അവനൊന്ന് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ പിള്ളേർ വരാറുണ്ട്. കാരണം എനിക്ക് ക്രഷ് തോന്നുന്നത് പെൺപിള്ളേരോടല്ല ആൺപിള്ളേരോടാണ്. ചില പെൺകുട്ടികൾ വരെ എനിക്ക് ക്രഷ് തോന്നുന്നത് ആൺകുട്ടികളോടല്ല പെൺകുട്ടികളോട്. അപ്പം ഞാൻ പറഞ്ഞു, ആ സമയത്തൊക്കെ കിട്ടുന്ന വൈകല്യങ്ങളാണെങ്കിൽ നമുക്ക് വഴിയുണ്ടാക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് 38 വയസ്സുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ സങ്കടപരമായ ഒരവസ്ഥയിലാണ് ആ കുടുംബം. അപ്പം ഞാൻ പറഞ്ഞു, പണ്ടത്തെ പോലൊന്നും അല്ല, ആണിനോട് പ്രേമം, പെണ്ണിനോട് പ്രേമം. എൻ്റെ പൊന്നോ, എന്നൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തോ കുഴപ്പമുണ്ടല്ലേ, മൊത്തത്തിൽ എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. എന്താണ് കുഴപ്പമെന്ന്? മനുഷ്യനെന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് 3 കൂടുന്നതാണ്. മൈൻഡ്, ബോഡി, സോൾ. ശരീരം എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം. അതിനെ നമ്മൾ ഭംഗിയായിക്കൊണ്ട് നടക്കും, കുളിപ്പിച്ച് പൗഡർ ഇടിപ്പിച്ച് നല്ല സ്റ്റൈല് കൊണ്ട് നടക്കും. പക്ഷെ നമുക്കറിയാലോ, എറിയാൽ എത്ര ആയുസിൻ്റെ ദൈർഘ്യം? എറിയാല് ചെക്കൂട്ടി പറയണേ, എത്രയാ? 80. അത്ര മതിയോ?
അത് കഴിഞ്ഞ് നമുക്ക് നീട്ടാമല്ലോ. അതെ, ഏറിയ 8 years. പക്ഷേ അത്രയും വർഷം ജീവിക്കാനുള്ള പരാക്രമമാണോ നമ്മൾ കാണിക്കുന്നത്? ആണോ? ആലോചിച്ച് നോക്കിക്കേ. ഈ ലോകാരോഗ്യ സംഘടന ഈയിടെ പറഞ്ഞായിരുന്നു 80 വയസ്സ് വരെ മിഡിൽ ഏജാന്ന്. അറിഞ്ഞായിരുന്നോ? അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു സംഭവം പറഞ്ഞ കേട്ടായിരുന്നോ? 50 വയസ്സുള്ള ഒരു സ്ത്രീയെ കിളവിന്ന് വിളിച്ചാൽ നിങ്ങൾ അകത്തു പോവും. അറിയാം, ഇതൊക്കെ പത്രം വായിച്ചാലേ കിട്ടത്തുള്ളൂ. 50 വയസ്സുള്ള ഒരു സ്ത്രീയെ നീ കിളവാന്ന് വിളിച്ചാലും കുഴപ്പമായിരിക്കും. പക്ഷേ സൂക്ഷിച്ചു വേണം പെണ്ണുങ്ങളെ കിളവിന്നും ഒക്കെ വിളിക്കാൻ. അതെ, പുതിയ നിയമങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എന്നാ സന്തോഷം. എനിക്കിപ്പോൾ അത്ര ഒന്നും ആയിട്ടില്ലെങ്കിലും ആവുമല്ലോ. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, മനുഷ്യനിൽ ആസക്തികൾ കൂടിയിരിക്കുന്നു. എന്തിനോടൊക്കെ? കള്ള്, പെണ്ണ്, ഡ്രഗ്. ഇപ്പൊ MDMA താരം. അതെ, എത്ര കുഞ്ഞുങ്ങൾ, എത്ര സ്ത്രീകൾ, എത്ര പെൺകുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിയിരിക്കുന്നു. ആസക്തികൾ കൂടുന്നു മനുഷ്യന്. ചിലർക്ക് പണത്തോട് ആർത്തി, ചിലർക്ക് സ്വർണത്തോട്, ഫുഡിനോട്, ഓരോന്നിനോടും ആർത്തി കൂടുകയാണ്. ഈ ലോകത്തോടുള്ള അമിതമായ ആവേശം ഒരു വശത്ത്. രണ്ടാമത്തത് ആത്മാവാണ്. ദൈവത്തിൻ്റെ നമ്മളിലെ അംശമാണ് ആത്മാവെന്നും മരണശേഷം ഈ ആത്മാവ് ദൈവത്തോട് ചേരുമെന്നും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു. ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാം മണ്ടത്തരമാണ്, അല്ലേ? ഈ പള്ളിയും ആരാധനയും ഈ ചിന്തകളും എല്ലാം മണ്ടത്തരമാണ്. ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, അല്ലേ? ദൈവത്തെ പ്രാപിക്കുക. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതിനുള്ള ആത്മീയത ഇവിടെ ആർക്കാണുള്ളത്? നമുക്കറിയാം, നമുക്ക് ആരാധനാലയങ്ങളുടെ എണ്ണം കൂടി, ശരിയാണോ? അമ്പലങ്ങളുടെ എണ്ണം കൂടി, മോസ്കുകളുടെ എണ്ണം കൂടി, കൺവെൻഷനുകളുടെ എണ്ണം കൂടി, ധ്യാനകേന്ദ്രങ്ങളുടെ എണ്ണം കൂടി, കൗൺസിലേഴ്സിൻ്റെ എണ്ണം കൂടി. അതെ, നമുക്കിതൊക്കെ കൂടുതലാണ്. ഇവിടെ എല്ലാം നടക്കുന്നത് ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെയാണ്. പക്ഷേ ഈസ് ഇറ്റ് സ്പിരിച്വാലിറ്റി ആണോ? പള്ളി പോകുന്നതിനെ ആത്മീയത എന്ന് ഞാൻ വിളിക്കാറില്ല. സേവികാ സംഘത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് ആത്മീയതയാണെന്ന് ഞാൻ പറയില്ല. സ്പിരിച്വാലിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ക്രമമാണ് പ്രിയപ്പെട്ടവരെ. ഇത് പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. പണ്ടത്തെ, ഞാൻ വളർന്ന ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ്. വല്യപ്പച്ചനും വല്യമ്മച്ചിയും ചിറ്റപ്പന്മാരും ആൻറ്റിമാരും എല്ലാം ഉള്ള ഒരു വീട്ടിൽ. എൻ്റെ ചാച്ചനൊക്കെ 8 പേരാ. ഒരാൻറ്റി തന്നെ 11 പിള്ളേരെ പ്രസവിച്ചു. അപ്പോൾ ചാച്ചൻ്റെ ഭാര്യയ്ക്ക് തോന്നി കുറഞ്ഞു പോകുമെന്ന്. പുള്ളിക്കാരി ഒരു മത്സരത്തിന് തയ്യാറായി 8 എണ്ണം വരെ ഒപ്പിച്ചെടുത്തു. പിന്നെ 7, 6 അങ്ങനെ വലിയ മത്സര ബുദ്ധി ഇല്ലായിരുന്നു എൻ്റെ അപ്പൻ. അത് കാരണം ഞങ്ങൾ മത്സര ബുദ്ധിയുള്ളവരെല്ലാം കൂടെ ഇങ്ങനെ വലിയൊരു കുട്ടിപ്പട്ടാളുണ്ടായി ഞങ്ങളുടെ വീട്ടിൽ. അതിനിടയിലാണ് ഞാൻ വളർന്നത്. എൻ്റെ കരുത്ത്, എൻ്റെ ആത്മവിശ്വാസം, എൻ്റെ ദൈവവിശ്വാസം എൻ്റെ കുടുംബം എനിക്ക് തന്നതാണ്. വെളുപ്പിനെ ഞാൻ പഠിക്കാൻ എഴുന്നേറ്റത് എൻ്റെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും മുറിയിൽ നിന്നും ഉയർന്നിരുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ കേട്ടാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് അവർ ഉറക്കെ വിളിച്ചാൽ അതിൻ്റെ അർത്ഥം നേരം വിളിക്കാറായിരുന്നു. കാലയിൽ വന്ന ഒരു കൊട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുന്നേറ്റ് പള്ളി പൊടിയുന്ന. പള്ളി പോകാതെ വന്നാൽ മുറ്റത്ത് ചരല ചിലപ്പോൾ മുട്ടുകുത്തിന്ന് ഒരു പ്രാർത്ഥന ചൊല്ലേണ്ടി വരും. ഇങ്ങനെയുള്ള ശിക്ഷയൊക്കെ തന്നിട്ടുണ്ട് വീട്ടിൽ. കാരണം എൻ്റെ സ്പിരിച്വാലിറ്റി ഫോം ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. ആ അന്തരീക്ഷമാണ്. ഇതൊക്കെ പോയി നമുക്ക് സ്പിരിച്വാലിറ്റി ഇല്ല നമ്മുടെ കുടുംബങ്ങൾക്ക്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്, ബട്ട് ആത്മീയത കുറഞ്ഞു. സ്ത്രീകൾ എന്നോട് പിണങ്ങരുത്. ഒരു സ്ത്രീയുടെ ആത്മീയതയാണ് ഒരു കുടുംബത്തിൻ്റെ ആത്മീയത എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയാണ് ഭർത്താവിനെയും മക്കളെയും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. സ്ത്രീകളിൽ ആത്മീയത കുറഞ്ഞു. സ്ത്രീകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ തേടി പോകുന്നതല്ല. നമ്മളതിനുള്ള പരീക്ഷ കേൾക്കണം, IELTS കിട്ടണം, OET കിട്ടണം, ദൈവമേ കൊച്ചിന് അഡ്മിഷൻ കിട്ടണം, നമ്മുടെ ആവശ്യങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ആത്മീയതയല്ല. അതുകൊണ്ട് നമുക്കൊരു തിരിച്ചുപോക്ക് അനിവാര്യമായിരിക്കുന്നു. മൂന്നാമത്തത് മനസ്സാണ്. ഇത് വല്ലാത്തൊരു സാധനമാണ്. രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്.
ഞാൻ ഈയിടെ ഒരു ജേർണലിൽ വായിച്ചു, ഇന്ത്യയിൽ മാനസിക രോഗികളുടെ എണ്ണം ഭയാനകമായി കൂടുന്നു. അവരുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ മാനസിക രോഗ ചികിത്സയ്ക്ക് വിറ്റ് തീരുന്ന മരുന്നിൻ്റെ 30% വിഴുങ്ങുന്നത് മലയാളിയാണ്. മലയാളിക്ക് വട്ടുകൂടും, മലയാളിക്ക് ഉറക്കമില്ല. വേറൊരു കണക്കുണ്ട്, നേരാണോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ വായിച്ചത് കേട്ടോ. കേരളത്തിൽ 5 വീട്ടിലൊരാൾക്ക് വട്ടുണ്ടെന്ന്. ഇവിടെ മുസഫായിൽ ഇനി അച്ഛനോട് ചോദിക്കാം, ഈ ഇടവകയിൽ എത്ര വീടുണ്ടെന്ന്. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അച്ഛന് സ്വന്തമായിട്ട് അത്രയും വട്ടന്മാരോ പട്ടികളോ ഉണ്ട്, അറിയില്ല. അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയോ കേട്ടോ. എനിവേ, അല്ല, നമുക്ക് ശകലം കുഴപ്പമില്ലേ? ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നാറില്ല, നമ്മൾ പറയാറില്ലേ, പൊന്നും മനുഷ്യൻ എനിക്ക് കിറുക്ക് പിടിച്ചെങ്കിൽ എന്നോടൊന്നും പറയാൻ വരരുത്. ചിലപ്പോൾ പിള്ളേരോട് പറയാറില്ലേ, പോന്നുണ്ടോടാ, എനിക്ക് കിറുക്ക് വരുന്നുണ്ട് കേട്ടോ, നീ പോന്നുണ്ടോടാ അവിടുന്ന്. ശകലം വട്ടുണ്ട് നമുക്ക്. അതെ, വേറൊരു കണക്കുണ്ട്, അതിനകത്ത് അമേരിക്കയിൽ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വട്ടുണ്ടെന്ന്. ഭാഗ്യം, നമുക്ക് അത്രയില്ല. എനിവേ, മാനസികമായ പ്രശ്നങ്ങളുടെ എണ്ണം കൂടുക. പണ്ട് കേരളത്തിൽ ഊളംപാറയും കുതിരവട്ടമെന്നും പറഞ്ഞ് 2 സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനല്ല, എല്ലാ ഹോസ്പിറ്റലുകളിലും സൈക്യാട്രി സജ്ജമാണ്. എല്ലാ ഹോസ്പിറ്റലിലും മാനസിക രോഗ ചികിത്സാ വിഭാഗം വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു. എൻ്റെ അടുത്ത് വരുന്ന ഒന്നും മനസ്സുകൊള്ളവരല്ലോ, മനപ്രയാസമുള്ളവരാ വരുന്നത്. അതെ, ശരീരവും മനസ്സും ആത്മാവും ബാലൻസ്ഡ് അല്ല. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ബാലൻസ്ഡ് ആകണം. അതായത്, ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഒരു പരീക്ഷയ്ക്ക് 6 വിഷയം പഠിക്കാനുണ്ട്. 5 വിഷയത്തിന് നമുക്ക് 100-ൽ 100 കിട്ടി, ഒരു വിഷയത്തിന് നമ്മൾ തോറ്റുപോയി. നമ്മൾ ജയിക്കോ ചെയ്യാണ്ടി? ഇല്ല. 6 വിഷയത്തിന് ജസ്റ്റ് പാസ് കിട്ടിയാലോ ജയിക്കും. അപ്പം നമ്മളിൽ പലരും ഏത് കൂട്ടത്തിലാണെന്ന് ആലോചിക്കട്ടോ. ഈയിടയിൽ ഒരു ചേട്ടന് എന്നെ കാണാനായിട്ട് ഭാര്യയായിട്ട് വന്നാ. ചേട്ടൻ ഇച്ചിരി പ്രായമുള്ള ആളാ. ചേട്ടൻ എന്നോട് ഇങ്ങനെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിനക്ക് ഇവക്ക് എന്നാത്തിൻ്റെ കേടാന്നാ പറയുന്നേ. മാഡത്തിന് കേൾക്കണോ, ഞാൻ നല്ല അധ്വാനിയാ. ഞാൻ അധ്വാനിച്ച് 80 ലക്ഷം രൂപ മുടക്കിയ ഒരു 1-ാം തരം വീട് ഞാൻ ഇവിടെ തന്തയല്ല, ഞാൻ ഉണ്ടാക്കിയതാ. എല്ലാ സൗകര്യങ്ങളുള്ള വീട്, പിള്ളേരൊക്കെ നല്ല നിലയില്ല. മാഡം, വീട് ഭംഗിയെ കൊണ്ടുവന്ന ആളാണ് ഞാൻ. ഇവൾ എന്നോട് 1 കിലോ പഞ്ചസാര പറഞ്ഞാൽ 5 കിലോയിൽ കുറഞ്ഞ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. മാഡത്തിന് കേൾക്കണം, ഈയിടെ ഞാൻ പുറത്തോട്ട് പോയപ്പോൾ ഇവള് പറഞ്ഞു മീനൊന്നും ഇല്ലെന്ന്. ഞാൻ ചെന്നപ്പോൾ എല്ലാ ഹൈടെക് മീൻ കടകളാണ്. ഞാനുണ്ടല്ലോ വറക്കാനും കറി വെക്കാനും മപ്പാസ് വെക്കാനും പീര് വെക്കാനും 5 സൈസ് മീൻ വെട്ടി പീസാക്കിക്കൊണ്ട് ഇട്ടു കൊടുത്തു. അതാണ് ഞാൻ. ഈയിടെ ഞാൻ പുറത്തു പോയപ്പോൾ അവള് പറഞ്ഞു അവിടെ അടിപ്പാവാടയെല്ലാം പോയെന്ന്. കടക്കറി ഞാൻ ഒരു പാവാടയായിട്ട് എനിക്ക് മേടിക്കാൻ പറ്റുമോ മാഡം? ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞു 6 കളർ 6 പാവാട പാക്ക് ചെയ്യടാന്ന് പറഞ്ഞു. കൊണ്ട ഇട്ടുകൊടുത്തു. ഞാൻ ഇടറേന്ന് പറഞ്ഞു. അതാണ് ഞാൻ. അവൾ എന്നാ പറഞ്ഞാലും 5 ഇരട്ടിയായി കൊടുക്കുന്ന ഞാൻ. എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ ഇത്തിരി കഴിക്കും, ഞാൻ ഇത്തിരി കുടിക്കും. അതിന് ഇവള് ചാടേണ്ട കാര്യമുണ്ടോ? ഇതാണ് ചേട്ടൻ്റെ പ്രോബ്ലം. ചേട്ടൻ്റെ കുടി നിർത്താൻ കൊണ്ടുവന്നിരിക്കുക. ചേട്ടൻ്റെ കുടി നിർത്താൻ കൊണ്ടുവന്നാണ്. പക്ഷെ ചേട്ടൻ എന്നോട് ചോദിക്കുന്ന ഇതാണ്, ഞാൻ ഇത്തിരി കുടിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? അല്ല, ആണുങ്ങളുടെ ഒരു അഭിപ്രായം, അതിനകത്ത് തെറ്റുണ്ടോ? ഈ പെണ്ണുങ്ങൾ ചുമ്മാ കിടന്ന് ചാടുന്നതല്ലേ, ചാടുമല്ലേ? ഈ ചേട്ടനെ 5 വിഷയത്തിനും ഫുള്ളാണ്, മനസ്സിലായില്ലേ? ഒറ്റ വിഷയത്തിനേ ഉള്ളൂ ചേട്ടന് 0. ഞാൻ പിന്നെ ട്യൂഷൻ കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം ട്യൂഷൻ കൊടുത്തോണ്ടിരിക്കുക. ജയിപ്പിക്കണ്ടേ? എങ്ങനെയാലും നമുക്കൊന്ന് ജയിപ്പിച്ചു കൊണ്ടുവരണമല്ലോ. അതെ, വേറൊരു സംഭവം ഉണ്ടായി. ഈയിടെ ഏറ്റുമാനൂർ കുടുംബ കോടതിയിലെ ഒരു അഡ്വക്കേറ്റ്, ഞാനൊരു പേരങ്ങ് വിളിക്കുക, ഷാജി, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡേസാൻറ്റി, കുറുന്തോട്ടിക്ക് വാദം വന്നിരിക്കുന്നു. എവിടെ നിൽക്കുന്നു കുറുന്തോട്ടി? അതേത് കുറുന്തോട്ടി? കുറുന്തോട്ടി ഞാൻ തന്നെയാണ്. എന്ത് പറ്റിയടാ മോനെ? അവന് യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന ഒരാളാണ് അവന്. അവരുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ അവനെ എനിക്കറിയാം. അവൻ മിടുക്കൻ, ഒരു നല്ല സംഘാടകനൊക്കെയാണ്. അവൻ്റെ ഭാര്യ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അവളെനിക്ക് അത്ര പരിചയമൊന്നുമില്ല. പക്ഷെ ഇവൻ എന്നോട് പറഞ്ഞു, ഡേസാൻറ്റി, വീട്ടിലൊരു സമാധാനം ഇല്ല, ആകെ പ്രശ്നങ്ങളാണ്. അതെ, ആൻറ്റിക്കറിയാവോ, ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതാ. എൻ്റെ അമ്മയുണ്ട്
എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും, 92 വയസ്സുണ്ട്. എനിക്കൊരു ചേട്ടനും 2 പെങ്ങന്മാരും, ഞാനാണ് ഇളയത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടന് പഠിക്കാൻ പറ്റിയില്ല. ചേട്ടൻ അമ്മയുടെ കൂടെ കൂടി പശുവിനെ വളർത്തിയും ഒരു ചെറിയ പലചരക്ക് നടത്തിയും ഞങ്ങൾ 3 പേരെ പഠിപ്പിച്ചു. എൻ്റെ ഒരു ചേച്ചി TTC കഴിഞ്ഞ ഒരു ടീച്ചറാണ്, വേറൊരു ചേച്ചി ഒരു നേഴ്സാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ജോലിയുണ്ട്, ചേട്ടന് ജോലിയില്ല. ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തതാ ചേട്ടൻ. എനിവേ, ചേച്ചി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അമ്മ ഇത്രയും പ്രായമായ ഒരമ്മയാണ്. ഞാൻ ഈയിടെ ചേച്ചി ഒരു 10-25 സെൻറ്റ് സ്ഥലം വാങ്ങി വീടിനടുത്ത് തന്നെ ഒരു വീട് വെച്ചു. എൻ്റെ വീതം ചേട്ടന് ഞാൻ വിട്ടുകൊടുത്തു. ചേട്ടനല്ലേ കഷ്ടപ്പെട്ടത്. എനിക്കിപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, കേസൊക്കെ നന്നായിട്ടുണ്ട് ചേച്ചി. ഞാൻ ആ വീട് പണിതപ്പോൾ ഒരു മുറി എൻ്റെ അമ്മയ്ക്കായിട്ടാണ് പണിതത്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മേനെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. സൗകര്യങ്ങളിൽ അവർ ജീവിച്ചിട്ടില്ല. ആ മുറി ഞാൻ ഗ്രാനൈറ്റ് ഇട്ടില്ല, തറയോടായിട്ടത്. അമ്മയ്ക്ക് വാദമൊക്കെ ഉണ്ട്. ആ ടോയ്ലറ്റ് അമ്മയുടെ സൗകര്യത്തിനാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അമ്മയ്ക്ക് പിടിച്ചുകൊണ്ട് എഴുന്നേക്കാനും അമ്മയ്ക്ക് നടക്കുമ്പോഴേ പിടിച്ചുകൊണ്ട് നടക്കാനും അവിടെ ഇവിടെ കമ്പിയൊക്കെ കൊടുത്ത് ആ ടോയ്ലറ്റ് ഞാൻ നന്നായി സെറ്റ് ചെയ്തു. ഗ്രേസ് ആൻറ്റി, എൻ്റെ ഭാര്യ പെണ്ണാണെങ്കിൽ എൻ്റെ അമ്മയെ വീട്ടിൽ കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ പ്രശ്നം അതാ. ഈ വിഷയം എടുത്തിട്ടാൽ ഞങ്ങൾ തമ്മിൽ അടിയാവും. പക്ഷേ അമ്മ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരാഗ്രഹം, ഗ്രേസ് ആൻറ്റിക്ക് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? പക്ഷെ ഒരു കാര്യം, നമ്മൾ തമ്മിൽ സംസാരിച്ചെന്ന് അവൾ അറിയരുത്. ഞാൻ സൂത്രത്തിൽ അവളെ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു, ഷാജിമോനെ നീ സൂത്രത്തിൽ കൊണ്ടുപോവാ. അങ്ങനെ ഒരു ദിവസം അവൻ്റെ സൂത്രത്തിൽ ഇതിനെ വണ്ടിയെ കയറ്റി കോട്ടയാകാറായപ്പോൾ എന്നോട് ചോദിച്ചു, ഗ്രേസ് ആൻറ്റി അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. അതെ, ഞാൻ ഇന്നാൾ പറഞ്ഞ ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മോർണിംഗ് വാ നമുക്ക് കാണാം. അങ്ങനെ അവൻ വന്നു. അവൻ ആദ്യം കയറി എന്നോട് ഇത്ര നേരം വർത്താനം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അവളെ ഇനി വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ് ആൻറ്റി ഇപ്പോൾ ഫ്രീയാ, ആരും ഇല്ല ഇവിടെ. പ്ലസ് ഞാൻ ആ ക്ലയൻറ്റിനെ കണ്ടേച്ച് വരുന്നുണ്ടവരെ, നിനക്ക് ആൻറ്റിയുടെ അടുത്ത് ഇരിക്കാവോ? ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ ഇരുന്നോളാം. അപ്പം ഞാനും അവളും കൂടെ വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തു ഭംഗിയാ ബ്ലസ് ഈ സാരി, ഇത് എവിടുന്നാ വാങ്ങിയത്? ആ ആൻറ്റി വിജയലക്ഷ്മി. ഞാൻ പറഞ്ഞു നല്ല പെൻഡന്റ്, ഡയമണ്ട് അല്ലേ? ഈ കമ്മൽ ഇതൊരു സെറ്റായിട്ട് വാങ്ങിയത് ആൻറ്റി. അങ്ങനെ കാര്യങ്ങൾ, പെണ്ണുങ്ങളെ വളയ്ക്കാനുള്ള സൂത്രങ്ങൾ എങ്ങനെയൊക്കെയാണ്. എന്തായാലും കൊള്ളാം, കമ്മലേലോ സാരിയേലോ വളയിലൊക്കെ പിടിച്ച് കയറി. ഞാൻ ചോദിച്ചു, ഇപ്പം ഇത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ആൻറ്റി? കിടങ്ങൂര് സ്കൂളിൽ. ഓ അവിടെയാ പഠിപ്പിക്കുന്നതല്ലേ, മാത്സാ പഠിപ്പിക്കുന്നത്? ആ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന വഴിക്ക് ഞാൻ ചോദിച്ചു, നിങ്ങളിവിടെ താമസിക്കുന്നത് ശരിക്കും? ഗ്രേസ് ആൻറ്റി ഷാജി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ല. ആ ഞങ്ങൾ ഈ കട്ടച്ചിറ ഭാഗം ഏറ്റുമാനൂർ പാലാ റോഡിൽ. ഓ വീട് വേറെ വെച്ചോ? വീട് വേറെ വെച്ചു. ഈ ഷാജിക്ക് അപ്പനും അമ്മയൊക്കെ ഉണ്ടാ? അപ്പം എന്നോട് പറഞ്ഞു, അപ്പം പണ്ടേ ചത്തതാ, ഷാജിയുടെ ചെറുപ്പത്തിൽ ചത്തതാ, തള്ളയുണ്ട്. ഏതായാലും ഗ്രേസ് ആൻറ്റി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഗ്രേസ് ആൻറ്റിയോട് ഷാജിയെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അമ്മ മോനാ തള്ളേന്ന് വെച്ച ചത്ത് കിടക്കുക. എൻ്റെ ഗ്രേസ് ആൻറ്റി ഒരു വീടുണ്ടാക്കിയിട്ട് ഒരു മുറിക്കകത്ത് തറയോട്ടിട്ട് വെച്ചിരിക്കുക, തള്ളയ്ക്ക് കിടക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വാശിയാ. അങ്ങനെ ഇവള് പറഞ്ഞു, അത്ര പ്രായമുള്ള തള്ളേനെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അവർ വല്ലയിടത്തും ഉരുണ്ട് വീണിട്ട് അവരെല്ലാം അവിടെ ഇവിടെ എല്ലാം മുറുക്കി തുപ്പിയിട്ട്, ഗ്രേസ് ആൻറ്റി എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഷാജിയെ പരുവത്തിന് കിട്ടുമ്പം ഗ്രേസ് ആൻറ്റി പറഞ്ഞു കൊടുക്കണം, ഗ്രേസ് ആൻറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം, തള്ള അവിടെ നിൽക്കട്ടെ. എന്തിനാ ഈ വയ്യാവേലി നമ്മുടെ വീട്ടിലോട്ട് വരുന്ന? അത്ര ഒന്ന് ഗ്രേസ് ആൻറ്റി പരുവം പോലെ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റു ബ്ലസ്സി, അക്കാര്യത്തിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ള ഒരാള്, അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ബ്ലസ്സി ഞാനൊരു കാര്യം പറയട്ടെ, അവൻ അപ്പനില്ലാതെ ജീവിച്ചതല്ലേ, അമ്മയായിരുന്നു എല്ലാം അല്ലേ? അതെ ആൻറ്റി, അതാ ഈ തള്ളേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവര് 92 ആയില്ലേ, അപ്പോൾ അതിൻ്റെ ഏതാണ്ട് അവസാനമൊക്കെ ആയിട്ടുണ്ട്. ബ്ലസ്സി, ഈ കെട്ടിയോന്മാർക്ക് അതൊരു ബലഹീനതയാണെങ്കിൽ നമ്മളൊന്ന്
ഒരു കണ്ണോട്ടം കണ്ട് കുറച്ച് ദിവസം ഒന്ന് കൊണ്ടു നിർത്തിയാൽ കാര്യങ്ങൾ കുറെ ഭംഗിയായി പോവില്ലേ? സന്നി, അതാ എനിക്ക് പറ്റാത്തതും. ഞാൻ പറഞ്ഞു, സാരമില്ല ബ്ലസ്സി മോളെ, കൊണ്ടുവരണമെന്നൊന്നുമില്ല. പക്ഷെ ഞാനൊരു പണി പറയാം, മോളൊന്ന് അപ്ലൈ ചെയ്യാവോ? എന്നാ സന്നി, നമ്മൾ തമ്മിൽ ഈ വിഷയം സംസാരിച്ചെന്ന് ഷാജി അറിയരുത്. ഓക്കെ? ഇന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ വെച്ച പുതിയ വീട് തറവാട് കഴിഞ്ഞല്ലേ? അതെ. അപ്പൊ തറവാടിന് മുന്നേ വരുമ്പോഴത്തേക്ക് പറയണം, ഷായിച്ചായ നമുക്ക് ഈ തറവാട്ടിലൊന്ന് കേറിയാലോ? ഷായിച്ചായൻ കേറ്റുകയാണെ കേറിയാൽ മതി. ഇല്ല വേണ്ടെന്ന് പറയണം, നീ അങ്ങ് പൊക്കോണം. അങ്ങനെ പറഞ്ഞാൽ നീ അവിടെ ചെന്നിട്ട് ചേട്ടത്തിയോട് ഇച്ചിരി കട്ടൻ കാപ്പിയൊക്കെ മേടിച്ചു കുടിച്ച് പിള്ളേരോടൊക്കെ പരീക്ഷായോ മക്കളെ എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ പറഞ്ഞിച്ച് ഈ ഷാജിച്ചായനെ കേക്കെ ഉറക്കെ തള്ളയോട് ചോദിക്കണം, അമ്മ പോയിരുന്നോ അമ്മേ? വരത്തില്ല. അമ്മ പോയിരുന്നോ? ഇത് കേൾക്കുന്ന ഷാജിക്ക് എന്നാ സന്തോഷമായിരിക്കും ഇല്ലേ? നല്ല സന്തോഷമായിരിക്കും. അവര് വരാനൊന്നും പോകുന്നില്ല, നീ ഇങ്ങനൊന്ന് ചോദിക്കും, നമ്മുടെ ഷായിച്ചായനെ സന്തോഷിപ്പിക്കണ്ടേ? പാവല്ലേ അവനെ, നല്ലവനല്ലേ അവനെ എന്നൊക്കെ പറഞ്ഞ് അവളതെല്ലാം സമ്മതിച്ചു പോയി. ഇവർ രണ്ട് ഷാജി വന്നു, ആൻറ്റി താങ്ക്സ് ഉണ്ട് കേട്ടോ, ഇത്രയും നേരം ഞാൻ ആ ക്ലയൻറ്റിനെ കണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ വേഗം വന്നു. ഇവർ രണ്ടും കൂടെ പോയി. പോയ വഴിക്ക് ഇതുപോലെ തന്നെ ഇവള് വീടെടുക്കാറായപ്പോൾ ചോദിച്ചു, ഷായിച്ചായ ഒത്തിരി നാളായില്ലേ നമ്മൾ തറവാട്ടിൽ കയറിയിട്ട്, ഒന്ന് കയറിയാലോ? ഷാജിക്ക് ഭയങ്കര സന്തോഷമായി. ഷാജി പറഞ്ഞു, പിന്നെന്താ കയറാ. അങ്ങനെ കയറി. ഇതുപോലെ തന്നെ ഇവര് ഈ സിറ്റ് ഔട്ടിൽ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു തള്ള. ഇവര് പോകാനായിട്ട് ഇറങ്ങിയിട്ട് ചോദിച്ചു, അമ്മ പോരുന്നോ അമ്മേ? ഈ തള്ള ചാടിക്കയറി കറയിലിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ തള്ള ചാടിക്കയറി കാറയിലിരുന്നിട്ട് മൂത്ത മരുമോളെ വിളിച്ചിട്ട് പറഞ്ഞു, അടി 2-3 ജോഡി ഡ്രസ്സ് കൂടെ എടുത്ത് ഇതിലോട്ട് വെച്ചേക്കാൻ. സത്യം പറഞ്ഞാല് ഞാനത് സംഭവിക്കുമെന്ന് ഒരിക്കലും ഓർത്തില്ല. ഇവര് കൊണ്ടുപോയി. എന്നിട്ട് ഇവൻ രാത്രിയില് പുറത്ത് വന്നിട്ട് എന്നെ വിളിച്ചിരിക്കുക, എന്ത് മാജിക്കാ ചെയ്തത്? അമ്മ തേണ്ട അകത്ത് മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഗ്രേസ് ആൻറ്റി, എടാ ഞാനൊന്നും പറഞ്ഞില്ല, 2 ആഴ്ച കഴിയുമ്പോൾ നീ കൊണ്ട് വിട്ടേക്കണം കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് ഒരു ദിവസം ആ കട്ടിൽ ആ മുറിയിൽ എൻ്റെ അമ്മ കിടന്നാൽ മതി, ഞാൻ ഹാപ്പിയാണ്. അത്രയുള്ള എൻ്റെ ആഗ്രഹം. അതെ, ഇവിടെ ഇരിക്കുന്ന പെൺപിള്ളേരോടാ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഈ കൂട്ടത്തിലിരിക്കുന്ന ആണുങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്ന ഇത് അമ്മയൊന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന്? എത്ര പേര് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതെ, കൊച്ചുമക്കളെ കൊണ്ട് പോലും വിളിപ്പിക്കാത്ത എത്ര പേരെനിക്കറിയാം. അതെ, ഞാൻ കെട്ടി വന്നപ്പോ ആ തള്ള എന്നോട് ചെയ്തത് ഗ്രേസ് ലാൽ ആന്റിക്ക് അറിയത്തില്ലല്ലോ. വിചാരിക്കുക അറിയത്തില്ല. ഇങ്ങനെ വാശി പിടിച്ച് മസിൽ പിടിച്ച് ജീവിക്കുക. തോറ്റുപോയി. നിങ്ങൾ ജയിക്കില്ല. പ്രസവിച്ച ഒരുത്തനെ വലുതാക്കി വളർത്തി തന്ന അമ്മയോട് നിങ്ങൾക്ക് കോംപ്രമൈസ് ആകാൻ പറ്റാതെ ഈ പള്ളി വന്നിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. എത്ര ബൈബിള് വായിച്ചാലും എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചാലും തമ്പുരാന്റെ പുസ്തകത്തിൽ തമ്പുരാൻ വരവ് വെക്കണമെങ്കിൽ കോംപ്രമൈസ് ആവേണ്ടവരോട് കോംപ്രമൈസ് ആവാൻ പഠിക്കണം. ചിലപ്പോൾ മരുമോളോടായിരിക്കും, ചിലപ്പം മകളോടായിരിക്കും, മകനോടായിരിക്കും. ഇത്തരം കേസുകളൊക്കെ വരുമ്പം എനിക്ക് തോന്നാറുണ്ട്, എന്തിനാ ആകപ്പാടെ ഒരു കൊച്ചു ജീവിതം, ഈ ഏറിയാൽ അരനാഴിക നേരം, അതിനു വേണ്ടിയാണ് ഇതൊക്കെ ഇത്രയും ബഹളം വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ വിഷയത്തിനും ജയിക്കണം വേണ്ടേ? അതുകൊണ്ടൊന്ന് നോക്ക് കേട്ടോ, എല്ലാ വിഷയത്തിനും ജയിക്കാൻ ആരോടാണ് കോംപ്രമൈസിലാവേണ്ടതെന്ന് ഒന്ന് നോക്ക്. എൻ്റെ അടുത്ത് വരുന്ന പ്രശ്നക്കാരായ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്നോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുടുംബത്ത് സന്തോഷം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? കുടുംബത്ത് സമാധാനം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇവർക്ക് സ്ഥിരം കൊടുക്കാറുള്ള ഒരു മറുപടിയുണ്ട്, കുടുംബത്ത് സന്തോഷവും സമാധാനം ഉണ്ടാവാൻ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് സ്നേഹിക്കാൻ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, വെരി സിമ്പിൾ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് സ്നേഹിക്കേ. പക്ഷേ ആ സ്നേഹം ഒരു ടോട്ടൽ ഗിവിങ് ആണ്. ആ സ്നേഹം ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. ദാമ്പത്യ സ്നേഹം ഒരു പരിപൂർണമായ സമർപ്പണമാണ്. അത് വ്യവസ്ഥകളില്ലാത്ത ഒരു ബന്ധമാണ്. പക്ഷെ ഇന്നത്തെ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നത്,
നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഇമോഷണൽ ഡ്രൈനസ് എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. വൈകാരിക തലത്തിലുള്ള ഒരു കുറവ്. അതിൻ്റെ കാരണങ്ങൾ തേടി ചെല്ലുമ്പോഴേ എനിക്ക് തോന്നാറുണ്ട്, ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ ഇന്ന് വളരെ ഉയരങ്ങളിലാണ്. പക്ഷേ ബുദ്ധി കൂടുന്തോറും നമുക്കിത് കോടാലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഈയിടെ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടത്തും. ഈയിടെ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം എന്നറിയാം, ബുദ്ധി കൂടുന്തോറും മനുഷ്യൻ ചിരിക്കത്തില്ല. ഇവിടെ ധാരാളം ബുദ്ധിമാന്മാരെ കാണുന്നുണ്ട് ഞാൻ. മസിൽ ഈ പിടിച്ചിരിക്കുക, നീ മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു മറയാതെ ചിരിക്കത്തില്ല. എന്നാ പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കും. ഞാൻ ശരിക്കും ഓർക്കും, ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾ എങ്ങനെ കഴിയുന്നു? സത്യം ഞാൻ പറയാം. ചില പെണ്ണുങ്ങളും അങ്ങനെയാ, ഒരുമാതിരി കുത്തിവീർപ്പിച്ച മോന്തയും എബൌട്ട് ടേൺ വെച്ചുള്ള പോക്കും. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ? അല്ലേ? നമുക്ക് സാധാരണക്കാരായിട്ട് ജീവിച്ച പോരെ? മതിയോ? പോരാ? മതിയോ? എങ്കിൽ കുടുംബത്തിനൊരു ഭാഷയുണ്ടാവണം. കുടുംബത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാവണം. സ്നേഹത്തിൻ്റെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാവണം. യുക്തിബോധം കുടുംബത്തിൻ്റെ ഭാഷയല്ല. എല്ലാ യുക്തിയെയും കടത്തി വെട്ടുന്ന ഹൃദയത്തിൻ്റെ ഭാഷ ശീലിക്കാൻ പഠിക്ക്. വർത്താനം പറയാൻ പഠിച്ചാൽ മതി, കുടുംബജീവിതം മനോഹരാക്കാം. നമ്മുടെ വീട്ടിലാർക്കാവോ വർത്താനം പറയാൻ അറിയാം? കെട്ടിയാനറിയാവോ? അയ്യോ, ചൊറിഞ്ഞു കയറുമല്ലോ വർത്താനം. അവിടെ വർത്താനം കേൾക്കുമ്പോൾ വീട്ടിലോട്ട് ചെല്ലാനേ തോന്നും. ആർക്കാണ് വർത്താനം പറയാൻ അറിയാവുന്നത്? അതെ, പഠിക്കുക. നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുക. കുടുംബത്തിൻ്റെ സന്തോഷം നമുക്ക് അതുവഴിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷ ശീലിക്കണം നമ്മൾ. മാതാപിതാക്കളുടെ സ്നേഹം 22 കാരറ്റ് അല്ല, അതിൻ്റെ മൂല്യം 400 കാരറ്റാണ്. ആ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. നമ്മുടെ കല്യാണം, കുടുംബജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്താൽ സ്ഥാപിതമായ ഒന്നാണ്. നമ്മളാരും ഉണ്ടാക്കി വെച്ച ഒന്നല്ല. പർദീസായിൽ തുടങ്ങിയ കുടുംബമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ പല ഘട്ടങ്ങളായിട്ട് സൃഷ്ടി നിർവഹിച്ചു എന്നും, ആദ്യത്തെ ഘട്ടത്തിൽ ജീവനില്ലാത്ത ധാതുലവണങ്ങൾ, രണ്ടാമത്തെ ഘട്ടത്തിൽ വൃക്ഷലതാദികൾ, മൂന്നാമത്തെ ഘട്ടത്തിൽ പക്ഷി മൃഗാദികൾ, അവസാനത്തെ ഘട്ടത്തിൽ മനുഷ്യൻ. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടവസ്തുവായ മണ്ണെടുത്ത് കുഴച്ച് ഒരു മനുഷ്യരൂപം മെനഞ്ഞുണ്ടാക്കി അതിലേക്ക് തൻ്റെ ജീവൻ്റെ അംശം ദൈവം കൊടുത്തു. അതൊരു പുരുഷനായി അവനെ ജീവിക്കാനായിട്ട് ഒരു പറുദീസായിലേക്ക് വിട്ടു. ഇങ്ങനെയാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെ കഥ, അല്ലേ? അവനവിടെ ഒരു കുറവില്ലായിരുന്നു, ഭയങ്കര സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരുന്ന. അന്നേരം ഈ വേണ്ടതിനും തോന്നിയത്. അവൻ നോക്കുമ്പോൾ പക്ഷിക്കൊക്കെ കൂട്ട്, മൃഗങ്ങൾക്കൊക്കെ കൂട്ട്, ഒറ്റപ്പെടലെന്നും പറഞ്ഞിട്ട് തമ്പരാൻ കൊടുത്തു അവരുണ്ടതിന്. അവൾ എന്നാ തെറ്റേ ചെയ്ത് പാവം. ഒരു പഴം കണ്ടു, നല്ല പഴം. അതിപ്പോൾ വീട്ടിൽ നമ്മൾ മാങ്ങായ വല്ലതും മേടിച്ചാലും നല്ല പീസും ഒക്കെ നമ്മൾ കെട്ടിയന്മാർക്കല്ലേ കൊടുക്കും? അല്ല, അങ്ങനല്ലേ കൊടുക്കും? നമ്മൾ അങ്ങനല്ലേ? അത്രയുള്ള ആ സ്ത്രീ ചെയ്തത്. അവര് ആ പഴം തിന്നു മനുഷ്യനെ ദൈവത്തെ പോലെ ആകൂന്നൊക്കെ പറഞ്ഞ് പാവം പൊട്ടി അവര് കൊടുത്തു. എന്നിട്ട് അയാൾക്ക് കുഴപ്പം വന്നപ്പോൾ അയാൾ പറയുക തമ്പുരാനോട്, നീ എനിക്ക് കൂട്ടായിട്ട് ഒരുത്തിയെ ഉണ്ടാക്കി തന്നില്ലേ, അവൾ ഒറ്റ ഒരുത്തിയാ ഈ കുഴപ്പം. ഇത് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് തന്നെയാ. എത്ര നല്ല ആലോചന വന്നതായിരുന്നു. മാവേലിക്കരയെന്ന് വന്നു, മാന്നാറിവെന്ന് വന്നു, തലേവര അമ്മക്കി ചരച്ചാലും പോയില്ല, തലേവര അമ്മക്കി ചരച്ചാലും, ഇതല്ലേ എല്ലാവരും പറയുന്നത്. അതെ, അതുകൊണ്ട് പരസ്പരം പഴിചാരാനും കുറ്റപ്പെടുത്താനും ആദ്യം തൊട്ട് പറുദീസായിൽ തൊട്ട് തുടങ്ങിയതാണിത്. പക്ഷേ നമുക്കറിയാം, ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ചവർക്കൊക്കെ കോട്ട കെട്ടിയ ഒരു ദൈവത്തെ നമ്മൾ പഴയ നിയമത്തിൽ കണ്ടിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ കുടുംബം, നോഹിൻ്റെ കുടുംബം, ജോബിൻ്റെ കുടുംബം, കുറേ കുടുംബങ്ങൾ. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്നിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ നിർമ്മിക്കും, നിന്റെ നാമം മഹത്വമുള്ളതാക്കും. അതെ, വിശ്വാസികളുടെ പിതാവെന്നാണ് അബ്രാഹാം അറിയപ്പെട്ടിരുന്നത്. പക്ഷെ നമുക്കറിയാം, പ്രായമായിട്ടൊരു കുഞ്ഞുണ്ടാവുന്നില്ല. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഭാര്യ സാറായിക്ക് വയസ്സായി. പക്ഷേ ദൈവത്താൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ 90-ാമത്തെ വയസ്സിൽ ഒരു പുത്രനെ നൽകിക്കൊണ്ട് ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു.
ഇത്തരം അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി കുടുംബങ്ങൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാനിപ്പോഴ് കാനഡയിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. 16 വർഷമായി കല്യാണം കഴിഞ്ഞ്, അവർക്ക് പിള്ളേരില്ലായിരുന്നു. പക്ഷെ അവർ തമ്മിൽ എന്നും അടിയായിരുന്നു. ഇവളെ ഉപേക്ഷിച്ചിട്ട് വേറെണ്ണത്തിനെ കെട്ടണം, ഇതാണ് പുള്ളിക്കാരൻ്റെ അമ്മയുടെ ആവശ്യം. അപ്പം ഞാൻ പറഞ്ഞു, നടക്കില്ല, മരണം വരെ നിങ്ങളൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തതാ, നീ പറയുന്ന പോലെ. അവർ എൻ്റെ എല്ലാ ജീവിതത്തിനും തടസ്സം ഇവളാണെന്നും പറഞ്ഞു. എനിവേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒന്ന് കോംപ്രമൈസിലായി നോക്കി, അവളെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കേ, ഒന്ന് വിട്ടുകൊടുക്കാൻ ശ്രമിക്കേ, ഒന്ന് ക്ഷമിക്കാൻ ശ്രമിക്കേ. എനിവേ ഞാനൊരു 6 മാസമായിട്ട് അവരുടെ പിറകെയായിരുന്നു. ഇപ്പോഴ് അവള് എന്താ പറയുക, പ്രസവിച്ചു ഒരു ആൺകുട്ടിയെ, അവർ ഗർഭിണിയായി. എനിക്ക് ഇത്തിരി കുറേ കേസുകളുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നാണെന്നറിയാവോ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. അബ്രഹാം ദൈവ നിയമങ്ങൾക്ക് കീഴ്വഴങ്ങി അല്ലേ? ജോബ്, എൻ്റെ മകൻ ജോബ് നീതിമാനാണെന്ന് ദൈവം പറയുന്നു. ജോബ് ധാരാളമായിട്ട് സ്വത്തുള്ളവനായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു ധാരാളമായിട്ട്. പക്ഷെ ജോബിന് പരീക്ഷകൾ വരുമ്പോൾ ഒന്നൊന്നായി നഷ്ടപ്പെടുന്നു. ഓരോ നഷ്ടത്തിലും ജോബ് പറയുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ ദൈവം ജോബിന് രോഗപീഠകൾ കൊടുക്കുക. ദേഹം മുഴുവൻ വ്രണങ്ങളായി, പഴുത്ത് ഒലിക്കാൻ തുടങ്ങി. ജോബ് ചാരത്തിലിരുന്നു, ചാരം വാരി പഴുപ്പെല്ലാം ഒപ്പി വെച്ചു, ഈച്ച വന്ന് പിടിക്കാതിരിക്കാൻ. അല്ലാത്തൊരവസ്ഥ. ഈ സമയത്താണ് പെമ്പർനോത്തി വരുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അവൾ ചെരിച്ചു കയറ്റിയ ഒരു വരവുണ്ട്. 100 പ്രാവശ്യം ഞാൻ പറഞ്ഞ അവൾ ഇട്ടേച്ച് പോവുക. അവൾ പോവുകയാണ് അവൻ്റെ കഷ്ടതയിൽ അവൻ്റെ കൂടെ നിൽക്കാതെ. അതെ, ജോബിന് പരീക്ഷകൾ ഇങ്ങനെ കൊടുത്ത് ദൈവം അവസാനം നമുക്കറിയാം, എല്ലാത്തിനും ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയ ജോബിനെല്ലാം ഇരട്ടയായി തിരിച്ചു കൊടുക്കുന്ന ദൈവം. അതെ, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇത് പഴയ നിയമത്തിലല്ല, ഇപ്പോഴും ഉണ്ട്. എനിക്കൊരു ഫാമിലി, അയാളൊരു പ്രൈവറ്റ് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനായി. അയാളെ ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ഇതുപോലെ ദമ്പതി കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടുമുട്ടിയതാണ്. ആ മനുഷ്യന് നല്ല പൊസിഷനിലിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ ബാങ്കിൽ തിരിമറി കേസ് വന്നു, അയാളുടെ പേരിലായി. അയാളൊന്നും ചെയ്തിട്ടില്ല. 50 ലക്ഷം രൂപ അതിൻ്റെ തിരിച്ചടയ്ക്കണം. ഇയാൾക്കുള്ള വീടും എല്ലാം വിട്ട് അയാളത് തിരിച്ചടച്ചിട്ട് ഭാര്യയും മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്തിന് വണ്ടി കയറി. കോവളത്തെല്ലാം പോയി. വൈകുന്നേരം റൂമിൽ വന്ന് വിഷമൊക്കെ വാങ്ങിച്ച്, ബിരിയാണിയൊക്കെ വാങ്ങിച്ച്, അതിനകത്ത് സംഭവങ്ങളൊക്കെ ആക്കി ഇവരെ കഴിപ്പിക്കാനുള്ള തത്രപ്പാട് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് എന്തോ തോന്നി. ചോദിച്ചു, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പോൾ പറഞ്ഞു, എനിക്ക് നാണക്കേട്, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരുമിച്ച് മരിക്കാം. അവൾ പറഞ്ഞു, നിങ്ങൾ വേണേൽ ചത്തോ, ഞാനും പിള്ളേരും ചാവുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ചത്തോളാൻ പറഞ്ഞു, കുടിച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അവർ തിരിച്ചു വരികയാണ്. അവർ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ ഒരു ലോട്ടറി കച്ചവടക്കാരൻ വന്ന് പറഞ്ഞു, സാറേ ഒരു ലോട്ടറി സാറിന് അടിക്കും സാറേ. ഇപ്പം ഇയാള് ഭാര്യയോട് ചോദിച്ചു, എടുക്കണോ? ഇച്ചിരി പൈസയൊക്കെ ഉള്ളൂ, എടുത്തോളം പറഞ്ഞു. എടുത്തു, തിരിച്ചു വന്നു. പിറ്റേ ദിവസമായി 50 ലക്ഷം അടിച്ചു. അയാൾ കടമൊക്കെ വീടി അയാൾ ഒരുമാതിരി സന്തോഷത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കേസ് അയാൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു. അന്ന് അയാൾ അടച്ച പൈസയും പലിശ സഹിതമാക്കി തിരിച്ചു കിട്ടാൻ വേണ്ടി. അപ്പം ഇയാൾ എന്നെ കാണാമെന്നപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി മരിച്ചിരുന്നെങ്കിൽ നാണക്കേട് ഒന്നും കൂടത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മാഡം, ഞാൻ ഇവിടുത്തെ ഈ ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകനാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞ നിമിഷമാണിത്. ഞാൻ ദൈവത്തെ മറന്ന നിമിഷം ഉണ്ടായിരുന്നു. ഞാൻ അഹങ്കാരിയായിരുന്നു, അധിക പ്രസംഗിയായിരുന്നു, ഞാൻ എൻ്റെ കഴിവിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി, ഏത് തകർച്ചയിലും നമ്മളെ ഉയർത്താൻ പറ്റുന്ന വലിയൊരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, കടബാധ്യതകളുണ്ടാവും. പ്രശ്നങ്ങളില്ലാതെ ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല. കുടുംബജീവിതമായാൽ പ്രശ്നങ്ങളുണ്ടാവും, അത് കുടുംബജീവിതത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷേ ഞാൻ പറയും, നല്ല കുടുംബജീവിതം ഇവിടെ സാധ്യമാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അതൊരു തരം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രിയപ്പെട്ടവരെ. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും, ഭർത്താവിന് വേണ്ടി ഭാര്യയും, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളും നടത്തുന്ന നല്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നും നല്ല ബന്ധങ്ങൾ ഉരുത്തിരിയുന്നു.
നല്ല ബന്ധങ്ങളാണ് വേണ്ടത്, വിട്ടുകൊടുക്കാനുള്ള ബന്ധം. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾക്കാവണം. സ്ത്രീയെയും പുരുഷനെയും ദൈവം സൃഷ്ടിച്ചത് ഒരുപോലെയല്ല. നമുക്കറിയാം, പഴയ നിയമത്തിലെ പോയിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സഭയുടെ കാഴ്ചപ്പാട് നമുക്കറിയാം. വിവാഹം ഒരു കുദാശയാണെന്നും ഭാര്യ ഭർത്താക്കന്മാര് വിവാഹ ജീവിതത്തിലൂടെ ഒരുമിച്ച് വരുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മത്തിൽ പങ്കുകാരാവാനാണെന്നും വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രേമനിർഭരമായ ജീവിതം. ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ജനിക്കുന്ന നല്ല മക്കൾ, അവരുടെ നല്ല വളർത്തൽ, ഇതാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാനൊരു ദിവസം ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു സൺഡേ ആണ്. അന്ന് എൻ്റെ മകൻ്റെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എങ്ങാടാ ഒരുങ്ങിക്കെട്ടി? ഞാൻ പറഞ്ഞു, ഒരു പള്ളി പോവുക. പള്ളിയിലോ? നമ്മുടെ പള്ളിയിലല്ലേ? അല്ല, വേറൊരു പള്ളിയിലാണ് പ്രസംഗിക്കാൻ പോവുക. അന്നേരം അവൾ പള്ളിയിൽ അച്ഛന്മാർ പ്രസംഗിച്ചോളിയല്ലേ, പെണ്ണുങ്ങൾ എന്തിനാ പള്ളിയിൽ പോയി പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങൾ പ്രസംഗിച്ചാൽ എന്നെ കുഴപ്പമാണോ? അങ്ങനെ അവളോട് പറഞ്ഞിട്ട്, എന്നതാ ഈ പ്രസംഗിക്കാൻ പോകുന്നേ? ഞാൻ പറഞ്ഞു, എബൌട്ട് ഫാമിലി. എബൌട്ട് ഫാമിലി? ഞാൻ പറഞ്ഞു, അതെ, വാട്ട് ഈസ് ഫാമിലി? അതൊക്കെ പറയാൻ പോവാ ഞാൻ. ഉടനെ അവൾ എന്നോട് പറഞ്ഞു, ഫാദർ മദർ ആൻഡ് ചിൽഡ്രൻ ഫോം എ ഫാമിലി. ഈസിൻറ്റ് ഇറ്റ് കറക്റ്റ്? ഞാൻ പറഞ്ഞു, കറക്റ്റാ. അത് പറയാൻ അവിടം വരെ പോകേണ്ട കാര്യമുണ്ടോ? ഇവർക്ക് ഇതൊന്നും അറിയാൻ മേലേ. ഞാൻ ചോദിച്ചു, നീ എവിടുന്നാ പഠിച്ചേ? ഞങ്ങളുടെ GK മിസ് പഠിപ്പിച്ച. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ സ്ഥലത്ത് GK മിസ് ഇല്ല, അവർ GK ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല. നമുക്കറിയാൻ മേല. പിള്ളേർ GK പഠിക്കുന്നതാണ്. ഫാദർ മദർ ആൻഡ് ചിൽഡ്രൻ ഫോം എ ഫാമിലി. അതെ, കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളും ചേരുന്നതാണ്. ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അപ്പൻ്റെ അമ്മയുടെയും കൈകളിലൂടെ മക്കളിൽ കടന്നു വരുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകളേറെയാണത്രേ. പിടികിട്ടുന്നുണ്ടോ? ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കള്ളടിച്ച് വെളിവില്ലാതെ വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ എത്ര പേരെ കൊണ്ടാ പറ്റുക? സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ എത്ര നേരമായി നീ നോക്കിയിരിക്കുന്നു, നല്ല മണമാണല്ലോ, നീ ഏത് ബാറിലാന്നേക്ക് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഒന്നാതെ വായിന്ന് വരുന്ന കുമ്മാന്നുള്ള മണം, രണ്ടാമതെ കഴകഴാന്നുള്ള ആട്ടവും സംസാരവും. ആ സ്ത്രീയിൽ ഉണ്ടാകുന്ന വികാരം വെറുപ്പാണ്. വെറുപ്പിന്റെ മൂർധന്യത്തിൽ അവർ വിളിക്കും കാല, മറന്നുപോയോ നമ്മുടെ നാട്ടിൽ? കാലമാടൻ, പണ്ടാരക്കാലൻ. ഇവിടെയും പറയുന്നുണ്ട്. ഇവിടെ ഈയിടെ ഒരു കേസ് ഞാൻ ചെയ്തപ്പോൾ അവർ മുതുകാലൻ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതെവിടുന്നാ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരു കാസർഗോട്ടുകാരി മുസ്ലിം സ്ത്രീ അപ്പുറത്ത് താമസിക്കുന്നു, അവരങ്ങനെ വിളിക്കുന്നു പറഞ്ഞു, മുതുകാലൻ. അതെ, കാലൻ, കാലമാടൻ, പണ്ടാരക്കാലൻ, മുതുകാലൻ. പതിവുപടി വന്നിരിക്കുന്നു. മനസ്സിൽ വെറുപ്പും വെറമേ അഭിനയവുമായി ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ, അവർക്കുണ്ടാവുന്ന കുട്ടി പ്രശ്നകാരിയായിരിക്കും. പിള്ളേരുടെ പ്രശ്നം പിള്ളേരുടെ പ്രശ്നമല്ല. മാതാപിതാക്കൾക്കില്ലാത്ത യാതൊരു പ്രശ്നവും പിള്ളേർക്കുണ്ടാവുമെന്ന് കരുതരുതേ. മുടക്കുമുതലനുസരിച്ച് ലാഭം പ്രതീക്ഷിക്കാവൂ. കൊള്ള ലാഭം പ്രതീക്ഷിക്കരുത്. 1 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 100 കിട്ടും. അതെ, ടാങ്കിലുള്ളതാണ് ടാപ്പിലൂടെ വരുന്നത്. ടാങ്കിലില്ലാത്തത് ടാപ്പിലൂടെ വരില്ലല്ലോ, ഗ്യാസേ വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഫലമായിട്ടാണ്. സ്വാമി വിവേകാനന്ദൻ്റെ മാതാപിതാക്കൾ കുട്ടികളില്ലാതെ വളരെ നാൾ വിഷമിച്ചു. അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങൾ തോറും
പ്രാർത്ഥനയും വഴിപാടുമായി നടന്ന അവർക്ക് ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ കിട്ടിയ ഉത്തരമാണ് സ്വാമി വിവേകാനന്ദൻ. അതാണ് അദ്ദേഹം എഴുതി വെച്ചത്, ഞാൻ പിറന്നു വീണത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. ഞാൻ പിറന്നു വീണത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം, ഞാനത് ഈയിടെ അടിവരയിട്ട് കോട്ട് ചെയ്തൊരു പേപ്പറെ കുറിച്ച ഒരു ഭാഗമാണ്. രാമേശ്വരത്തെ സ്വർണ്ണ നിറമുള്ള മണൽത്തരികളുടെ ഭംഗിയും രാമേശ്വരത്തെ അമ്പലങ്ങളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും മോസ്കുകളിൽ നിന്നും നിരന്തരം ഉയരുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളും രാമേശ്വരത്തെ ഭക്തന്മാരുടെ മനസ്സും ഞാൻ ഒരാളിൽ കാണുന്നു, അതെൻ്റെ അമ്മയിലാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, കൊള്ളാലോ ഇത്. ഞാൻ 2 പേപ്പർ എടുത്ത് എഴുതിയിട്ട് എൻ്റെ 2 മക്കളുടെയും കൈ കൊണ്ട് കൊടുത്തു. അബ്ദുൽ കലാം അവരുടെ അമ്മയെക്കുറിച്ച് എഴുതിയതാണ്. മക്കൾക്ക് എന്താ തോന്നുന്നെന്നാണ്. 2 പേരും ഇത് വായിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ജോണി ആലോചിച്ചില്ലേ? ആലോചിച്ചു, രാമേശ്വരം വരെ പോയാലോ എന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് വേളാങ്കണ്ണി വരെയെങ്കിലും ഞങ്ങൾ പോയിട്ട് വന്നിട്ട് എഴുതി. ഇതുവരെ അവന്മാർ തന്നില്ല. ഞാൻ പറഞ്ഞു, എടാ രാമേശ്വരത്തെ വേണ്ടി കോട്ടയത്തെ മീനച്ചിലാറെന്നോ വല്ല പെരിയാറെന്നോ വല്ല എഴുതി തന്നാ മതി. മണർകാട് പള്ളി ആയാലും എനിക്ക് വിരോധം ഇല്ലടാ, മരുമല ആയാലും കുഴപ്പമില്ല, അല്ലെ പാറപ്പള്ളി ആയാലും എടാ ഏതായാലും അന്നേരം നോക്കട്ടെ. ഇതുവരെ അമ്മമാർ ആലോചിച്ച് കഴിഞ്ഞില്ല. അതെ, നമ്മുടെ പിള്ളേരോട് ചോദിക്കണം, ആലോചിച്ചിട്ട് അവർ ആൻസർ എന്താന്ന് പറയും. അമ്മയെ പോലെ ഒരമ്മ. അതെ, നമുക്കൊന്ന് ആത്മപരിശോധനയുടെ ദിവസമാണ് ഈ ഫാമിലി സൺഡേ എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 23 ക്രോമസോമുകൾ അച്ഛൻ്റെതും 23 അമ്മയുടേതുമാണ്. മുടക്കു മുതൽ ഈക്വൽ. അതിൽ ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 ജീനാണ്. 46 ക്രോമസോം വരുമ്പോൾ 5.5 ലക്ഷം ജീനുകൾ ഒരുമിച്ച് വരുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നില്ല. 3 ലക്ഷം ജീനുകൾ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ഒരു മനുഷ്യനെന്ന് പറയുന്നത് 46 ക്രോമസോമുകളും 3 ലക്ഷം ജീനുകളും 3% കെമിക്കലും കൂടെ ചേരുന്നത്. ഈ 3 ലക്ഷം ജീൻ എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെയും മാത്രമല്ല, വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കാർന്നോമാരുടെ ഒക്കെ കയറി വരും. ചിലപ്പോൾ ഇപ്പം എന്നെ കണ്ടാൽ ഒരു 5 തലമുറ പിറകിൽ ജീവിച്ചിരുന്ന ഒരു വല്യമ്മച്ചെ പോലെ തന്നെ ആവാം. അവർ 80-ലും 70-ലൊക്കെ ക്ലോസ് ആയെങ്കിലും നമ്മളിനി നോക്കിയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലെ പ്രായം ചെന്ന അവരൊക്കെ എപ്പോഴൊക്കെയാണ് മരിച്ചത്? 99-ലൊക്കെ മരിച്ചവരുണ്ട്. അതെ, 100 കഴിഞ്ഞവരും ഉണ്ട്. അത്രമേ ഉണ്ടായിരിക്കും. എന്നാലും നമുക്കൊരു 90-നപ്പുറം പോകണമെന്നൊരാഗ്രഹം. നടക്കുമെന്നൊന്നും അറിയില്ല. എനിവേ, ഞാൻ പറഞ്ഞ എന്നാന്നറിയാവോ, 5 തലമുറ പിറകിൽ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത നമ്മുടെ കുട്ടികൾക്ക് കയറി വരും. അതിനാണ് ഈ കല്യാണം ആലോചിക്കുമ്പോഴേ, കുടുംബം തുടങ്ങുമ്പോഴേ പാരമ്പര്യം നോക്കണമെന്നും വിശ്വാസം നോക്കണമെന്നും ജീവിതത്തിൽ അവർക്ക് മൂല്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നത്. കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കേസ്, ഒരു പെൺകുട്ടി, അവൾ ഓർത്തഡോക്സിലുള്ള കുട്ടിയാണ്. അവൾ കല്യാണം കഴിച്ചത് മർത്തോമായിലേക്കാണ്. അപ്പോൾ ഇവള് കല്യാണത്തിന് മുമ്പ് ഇവർക്ക് 5-6 മാസം വർത്താനൊക്കെ പറയാൻ കിട്ടി. അപ്പോൾ ഇവനോട് ചോദിച്ചു, ആർ യു ഗോഡ് ഫിയറിങ്? അപ്പോൾ പറഞ്ഞു, ഗോഡ് ഫിയറിങ് ഒന്നുമല്ല, കുഴപ്പമില്ല. സൺഡേ ഉണരുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പള്ളിയിൽ പോകും. ഉണരുകയാണെങ്കിൽ ജോലിയാ, ഉണരുവാണെങ്കിൽ പള്ളിയിൽ പോകും. അപ്പോൾ അവൾ ഓർത്തു, ഉണർത്തിയാൽ മതിയല്ലോ, ഉണർത്തിയാൽ പോരെ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ജീവിതം ആരംഭിക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഒരു ഫ്ലാറ്റിൽ, ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റിൽ ഇവർ ജീവിതം ആരംഭിക്കുന്നു. എന്നിട്ട് 2 കൂട്ടരുടെ അപ്പനും അമ്മയും കൂടെ അവിടെ കൊണ്ട് വിട്ടു. അപ്പം ഇവൾക്കറിയാം ഇവന് പള്ളിപ്പോക്കൊന്നും ഇല്ലെന്നറിയാം, പള്ളിസ്ഥര്. എന്നാലും ഇവള് ഭയങ്കര സ്നേഹിച്ചടുത്ത് കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവൻ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ വന്ന് പിക്ക് ചെയ്യും. അത്ര ഉണ്ടല്ലോ എന്ന് അവൾ ഓർത്തു. പിന്നെ കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതും ഇല്ലാതായി. അപ്പോൾ ഒരു ദിവസം ഇവൻ രാത്രി 2 മണി വരെ വർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവൻ 3 റൂമിൽ 1 റൂം അവൻ്റെ റൂമാണ്. അതിനകത്ത് ഇവൻ കയറി കഥ കടച്ചിരിക്കും. അപ്പം ഈ പെണ്ണുങ്ങൾക്കൊരു സൂക്കേടുണ്ട്, ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം. ഇല്ലേ? ഞങ്ങൾക്കത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ഞങ്ങളങ്ങനെ ഇല്ല, നമ്മൾ ഒളിഞ്ഞു നോക്കത്തില്ലേ? ഇല്ലേ? ഞാൻ നോക്കും. എനിവേ, അവൾ ഒളിഞ്ഞു നോക്കി. അപ്പം ഈ ചെറുക്കൻ്റെ മേശപ്പുറത്ത് ഒരു തലയോട്ടി.
2 എല്ലും കഷ്ണം, കുറച്ച് ഭസ്മം, ഒരു കാവ്യമുണ്ട്, തലയിലൊരു കാവിക്കെട്ട്, എന്ന് വെച്ചോണ്ടിരിക്കുക. ഇതാ ഇവൻ ബെഡ്റൂമിൽ വരാത്തേ. അവസാനം അവൾക്ക് പേടിയായി. പിന്നെ മാതാപിതാക്കൾ ചെന്നു. അങ്ങനെ വിവാഹമോചനത്തിനെന്നും പറഞ്ഞ് വന്നതാ. പക്ഷെ അവൻ പറയുന്നു, ഞാൻ മദ്ബഹയിൽ കയറിക്കൊണ്ടിരുന്നവനാ, സൺഡേ സ്കൂളൊക്കെ പഠിച്ചവനാ. ബട്ട് കൂട്ടുകെട്ടുകൾ, ഹോസ്റ്റൽ ലൈഫില്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോൾ ഹോസ്റ്റൽ ലൈഫിൽ കിട്ടിയ കൂട്ടുകെട്ടുകൾ നിരീശ്വരവാദത്തിലേക്കും ഇങ്ങനെയുള്ള സാത്താൻ സേവയിലേക്കും. എന്തോരം കുഞ്ഞുങ്ങളെന്നറിയോ സാത്താൻ സേവക്കാരുടെ പുറകെ പോകുന്നത്. മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, പിള്ളേരെ പഠിക്കാൻ വിടുമ്പോൾ സൂക്ഷിക്കണം. ആരോട്? കാനഡയിലാണ് പഠിക്കുന്നത്. കൊച്ചെവിടാ പഠിക്കുന്നത്? ഓസ്ട്രേലിയയില്. ഓസ്ട്രേലിയയിലേ ആൻറ്റി പിന്നെ നല്ലൊരു കോഴ്സ് കിട്ടി, നല്ല കോളേജില്ല. ഇതാണ് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും സ്റ്റാറ്റസ് സിമ്പലായി മക്കൾ എവിടാന്ന് ചോദിച്ചാല് ഇവിടം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്തോ നാണക്കേട് പോലെ ആയ ഒരു സമൂഹത്തിലേക്ക്. ഇനി കുറെ കഴിയുമ്പോൾ എങ്ങനെ സംഭവിക്കാൻ പോകുന്നു എനിക്കറിയില്ല. വൃദ്ധമന്ദിരങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ പറയുന്ന മക്കൾ പഠിക്കാൻ പോകണ്ടെന്നല്ല, മക്കൾ ജോലിക്ക് ഒന്നും ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് അവരിൽ ദൈവവിശ്വാസം ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. പൈസ ചിലവാക്കിയാലും പോണം എവിടെ കിടക്കുന്നതൊക്കെ കാണാൻ. എന്നാലും കുഴപ്പമില്ല. കാരണം എനിക്ക് രണ്ടാമത്തെ എൻ്റെ മോന് കൊച്ചിയിലാണ്. എനിക്ക് ഞായറാഴ്ച നിർബന്ധമാണ് അവനിരിക്കുന്ന പള്ളി എന്നെ വീഡിയോ കോളിൽ കാണിക്കണമെന്ന്. വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് നിർബന്ധമാണത്. നീ ഏത് പള്ളിയിലെന്ന് പോയെന്ന് അറിയണം. ഇപ്പോൾ സൺഡേ സ്കൂളിലുണ്ട്, സ്ഥിരം പള്ളിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവര് ഈ വേൾഡിലെ സന്തോഷങ്ങളിലേക്ക് പോകുന്നത് കൂടാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇപ്പോഴത്തെ ഒരു സ്റ്റഡി എന്നറിയാവോ? പ്രായം ചെന്നവര്, ഒറ്റപ്പെടുന്നവര്, തഴയപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം നമ്മുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഒരു എറണാകുളത്ത് ഒരു വൃദ്ധമന്ദിരത്തോട് അനുബന്ധിച്ചൊരു പരിപാടിയുണ്ട്. കേരളത്തിൽ 612 വൃദ്ധമന്ദിരങ്ങളുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നല്ല സ്ഥലം ഞാൻ പറഞ്ഞുതരാം ചോദിച്ചാ. 612 വൃദ്ധമന്ദിരങ്ങളിൽ നിറയെ അന്തേവാസികൾ, ആരോരും ഇല്ലാത്തവരല്ല, മക്കളെ കൊണ്ടാക്കിയിരിക്കുന്നവരാണ്. മക്കളുള്ള മാതാപിതാക്കളാണ്. ഈയിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. അവര് ഇതുപോലെ ഒരു വൃദ്ധമന്ദിരത്തിലാണ് ഇപ്പോഴും. അവര് അതിൻ്റെ ഡയറക്ടറാണ്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഗ്രേസ് നീ ഒന്ന് വരാവോ, ഒരു ദിവസത്തെ പരിപാടി. എനിക്കിവിടെ 36 അമ്മച്ചിമാരുണ്ട്. അമ്മച്ചിമാരോട് നീ ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ് ചിരിയൊക്കെ കളിച്ച്, അവർക്ക് മത്സരങ്ങളുണ്ട്, കസരകളി അതും ഇതൊക്കെ. അത് കഴിഞ്ഞ് ആനുവൽ ഡേയോ മറ്റോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞ് തിരുവഞ്ചൂര് വരുന്നുണ്ട്, അപ്പൊ പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. പക്ഷെ പുള്ളി പെട്ടെന്ന് ഇനോഗ്രേറ്റ് ചെയ്തു, നീ ഒരു ടോക്കൊക്കെ കൊടുത്ത് സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് പോകാം, നീ വരണം കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ വരാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇവിടുന്ന് വെളുപ്പിനെ തന്നെ അവിടെ ചെന്നു. ഈ അമ്മച്ചിമാർക്ക് മുട്ടായി വെറുക്ക്, പാട്ട് മത്സരം, കസേരകളി, ഇതെല്ലാം ഞാൻ ഇങ്ങനെ ആഘോഷമായിട്ട് അവരുടെ കൂടെ ആസ്വദിച്ചു. ഉച്ചയ്ക്ക് ഉണ്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനാ ഇവിടെ വന്നു പറ്റിയത്? അപ്പൊ എന്നോട് പറഞ്ഞു, അത് ഞാൻ ചത്തപ്പം അവന്മാര് കൊണ്ടാക്കിയതാ. ഏതവന്മാര്? എൻ്റെ മക്കള്, അല്ലാണ്ട് ആരാടി? എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണമെങ്കിലും ഈ തള്ളെ നോക്കുന്നില്ലെങ്കിൽ തള്ളയുടെ കയ്യിലിരിപ്പ് ഒട്ടും ശരിയല്ല. അല്ലെ, ഒരെണ്ണമെങ്കിലും നോക്കത്തില്ലേ? ഇല്ലേ? 8 എണ്ണം ഉണ്ട്, ഒരെണ്ണമെങ്കിലും നോക്കത്തില്ലേ? എൻ്റെ ഒരു സ്ഥിതി അങ്ങനെയായി ചിന്തിക്കുന്നത്. അപ്പൊ ഈ തള്ളയുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എന്താ ചെയ്യുക? എടി, എൻ്റെ മക്കളൊന്നും സാധാരണക്കാരല്ല, വലിയ ഉള്ളികളാ. ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഈ പഠിക്കാവുന്ന ഏറ്റവും വലിയ പരീക്ഷയെല്ലാം പാസ്സായവരാ. എവിടാ അവരൊക്കെ? ഹൂസ്റ്റൺ, കൊളറാഡോ, കാലിഫോർണിയ, ഇതെല്ലാം അമേരിക്കയിലല്ലേ? അമേരിക്കയിലെ. പിന്നെ എവിടെ? സിഡ്നി, ദുബായിലും ഉണ്ട്. എല്ലാം ഓരോ രാജ്യത്താ. അപ്പൊ ഞാൻ ചോദിച്ചു, വരാറുണ്ടോ? ഉണ്ട് മോളെ, ആണ്ടിലൊരിക്കലും ഒരെണ്ണം വരും. എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് എന്നെ കൂടെ കയറ്റി പാമ്പാടിക്കടുത്ത് കുറച്ച് സ്ഥലവും ഒരു വീടും ഒക്കെ ഉണ്ട്. ഒരു കെയർ ടേക്കറെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോഴ് ഇവർ വരുന്ന സമയത്തിന് മുമ്പ് വിളിച്ചു പറയും, വൃത്തിയാക്കി ഇടും. ഇവരുടെ കൂടെ ഞാൻ ആ വീട്ടിൽ പോയി ഇവർ പോകുന്നിട വരെ താമസിക്കും. വീണ്ടും നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പം തിരിച്ചവിടെ ഉണ്ടാക്കിയിട്ട് അവർ പോകും. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ ഉള്ളിൽ സന്തോഷമുണ്ടോ? ഏതൊരമ്മയ്ക്കാ മോളെ ഈ അവസ്ഥയിൽ സന്തോഷിക്കാൻ പറ്റുക? ഞാൻ ഓർത്തു പോയിട്ടുണ്ട് മോളെ.
ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും ബുദ്ധിയില്ലാത്തവനായിരുന്നുവെങ്കിൽ, ഞാൻ പ്രസവിച്ചതിൽ ഒരെണ്ണമെങ്കിലും അംഗവൈകല്യമുള്ളവനായിരുന്നുവെങ്കിൽ എനിക്കിന്ന് അവൻ്റെ കൂടെ കഴിയാമായിരുന്നു. 8 കേമന്മാരെ പ്രസവിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നോട് ചോദിച്ചു, നീ കല്യാണം കഴിച്ചല്ലേ? പിള്ളേരുണ്ടോ? മക്കളും ഉണ്ട്. ആണാണോ പെണ്ണാണോ? ഞാൻ പറഞ്ഞു 2 ആൺപിള്ളേരാ. എങ്കിൽ എൻ്റെ മോളൊരു കാര്യം ചെയ്യും, നേരത്തെ ഇവിടെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. നല്ല സ്ഥല, ഒരു കുഴപ്പമില്ല, നല്ല കന്യാസ്ത്രീകളാ, അവർ ഭംഗിയായിട്ട് നോക്കിക്കോളും, നീ ഇവിടെ തന്നെ വന്നോളാൻ പറഞ്ഞു. ഞാൻ ഓർക്ക് നോക്കട്ടെ എന്നൊക്കെ അമ്മച്ചിയോട് പറഞ്ഞു. എനിക്കെന്തോ ഈ അമ്മച്ചിയോടൊരു പ്രേമം, വല്ലാത്തൊരു പ്രേമം തുടങ്ങി. അമ്മച്ചിയും ഞാനും ഭക്ഷണം കഴിച്ച് ഞാൻ എഴുന്നേറ്റ് അമ്മച്ചിയുടെ മുറിയിൽ പോയി. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മുറി നല്ല സജ്ജീകരണങ്ങളോടെ കിട്ടും. പിന്നെ ഒരു മുറിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ താമസിപ്പിക്കാം, അല്ലെ ഒരു ഡ്രൈവർ, വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. ഇച്ചിരി പോഷാണ് സംഭവം. ആദ്യം 40 ലക്ഷം രൂപ അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ പോഷ് സ്ഥലമാണ്. അമ്മച്ചിയുടെ മുറിയിൽ ചെന്നപ്പോൾ അമ്മച്ചിയുടെ മുറി നിറയെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. അമ്മച്ചിയുടെ ടേബിളിൽ ടീപ്പോയിന്മേൽ ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങൾ. ഞാൻ ഒന്നും കൂടെ നോക്കി, സാധാരണക്കാരിയല്ല അല്ലേ? നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? എടി, ഞാൻ പഴയ MSc B.Ed, നിനക്കറിയാവോ, കോൺവെന്റ് എഡ്യൂക്കേറ്റഡ്. ഞാൻ വർക്ക് ചെയ്തിരുന്നടി, ഞാൻ പഠിപ്പിച്ചിരുന്നടി കൊച്ചെ. പക്ഷേ ഈ 8 പിള്ളേർ പുറകെ ഉണ്ടായപ്പോഴ് പഠിപ്പിരക്ക് നിർത്തി പിള്ളേരെ വളർത്തു തുടങ്ങി. എല്ലാവരെയും മിടുക്കന്മാരാക്കിയടി ഞാൻ, എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ കൊടുത്തടി ഞാൻ. അമ്മച്ചി എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മച്ചി അതിനകത്തൊന്ന് 2-3 പുസ്തകങ്ങൾ എടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഉപകരിക്കും ഇത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ ഒപ്പൊക്കെ ഇട്ട് 2 പുസ്തകം ഇങ്ങനെ തന്നേക്കെ. അങ്ങനെ ഞാൻ പുസ്തകമൊക്കെ വാങ്ങിച്ചു. അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും വരാം. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, കള്ളം പറഞ്ഞ് പഠിക്കരുതേ മോളെ, നീ കള്ളം പറഞ്ഞ് പഠിക്കരുതേ മോളെ, നീ വരില്ലെന്ന് എനിക്കറിയാം. ഇവിടെ വന്നു പോയവരാരും പിന്നീട് വരുന്നില്ല ഇവിടെ കാണാൻ. അതുകൊണ്ട് മോൾ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞു, സോറി, ഞാൻ അമ്മച്ചിയെ കാണാൻ വന്നില്ലെങ്കിലും ഞാൻ വിളിച്ചോളാം, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ എവിടുന്ന് യാത്രയാകുമ്പോൾ എൻ്റെ മനസ്സിലൊരു വിങ്ങലുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, വർത്താനം പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ആ പാമ്പാടിയിലെ വീടും ആ 19 സെൻറ്റ് സ്ഥലവും എൻ്റെ പേരിൽ എഴുതി തരാമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പൊന്നുപോലെ നോക്കാം. അന്നേരം പോടി അവിടുന്ന്, അതെൻ്റെ ഇളയ മോൻ ബാലുവിന്. അവനെവിടാ? കാലിഫോർണിയയിൽ. തള്ള അവിടെ നിന്നോളാൻ പറഞ്ഞു ഞാൻ. ഇളയ മോൻ ബാലുവിനാന്ന് ആ വീടും പറമ്പും. പിന്നെ ഞാൻ അതങ്ങ് വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെ അമ്മച്ചിയുടെ കയ്യിലൊരു 5-6 സ്വർണ്ണവള, കഴുത്തയിലൊരു തടിമാട മാല, ഇതൊക്കെ ഞാൻ കണ്ടെന്നുള്ളത് നേരാണോ? അതല്ലടി, വേറെ ലോക്കറി വേറെ ഉണ്ടെന്ന് പറഞ്ഞു. ഓ, സ്വർണ്ണമൊന്നും ആദ്യം കളഞ്ഞിട്ടൊന്നുമില്ല, സ്വർണ്ണം എല്ലാം ഉണ്ട്, അതൊക്കെ വേറെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വീടും പറമ്പും എനിക്ക് വേണ്ട, സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില. അതുകൊണ്ട് ഇത്തിരി ആ വളയും ആ മാലയും എനിക്ക് ഇപ്പം തന്നില്ലേലും കുഴപ്പമില്ല, ചത്ത് കഴിയുമ്പോൾ എഴുതി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാനില്ലേ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് നോക്കും പൊന്നുപോലെ. പോടി അവിടുന്ന്. അത് ഇളയ മോൾ ബീനയ്ക്ക്. എടി, അവക്ക് 2 പെൺപിള്ളാരെ, ദുബായ്ക്കാരത്തേക്ക് തള്ള വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, തള്ള അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. തള്ള അവിടെ ഇരിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. നന്നാ വരേണ്ട വഴിയാ ഞാൻ പറഞ്ഞു തരുന്നത്. എന്നാ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാനിങ്ങനെ തമാശയൊക്കെ പറഞ്ഞു. ഈ അടുത്ത നാളിൽ കൊറോണയുടെ സമയമായപ്പോഴാണ് അമ്മച്ചിക്ക് അസുഖം കൂടി. കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ICUവിൽ അമ്മച്ചി അഡ്മിറ്റ് ചെയ്തു. അമ്മച്ചി സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് അവളെ ഒന്ന് കാണണം, എനിക്ക് അവളെ ഒന്ന് കാണണം. സിസ്റ്റർ എന്നെ വിളിച്ചു, ഗ്രേസ് നിനക്ക് നേരം ഉണ്ടാവുമോ? അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണം അത്യാവശ്യമായിട്ട്. ഞാൻ വരാം സിസ്റ്ററെ, മുദ്രപത്രമെല്ലാം കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അല്ല, നമുക്കതാണല്ലോ, മുദ്രപത്രമെല്ലാം കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടാവുമോ? അപ്പ എന്നോട് പറഞ്ഞു, വേണ്ട, നീ ഇങ്ങ് വന്നാൽ മതി, മുദ്രപത്രമൊക്കെ ഞാനിവിടെ വാങ്ങിച്ചു വെച്ചോളാം, നീ ഇങ്ങ് വന്നാൽ മതി. എനിവേ ഞാൻ ചെന്നു. ICUവിലാണ്. അന്നത്തെ ഡയറക്ടർ അച്ഛൻ എന്നെ പരിചയമുണ്ട്. ഞാൻ അച്ഛനോട് ചോദിച്ചാൽ എനിക്ക് 10 മിനിറ്റ് അമ്മച്ചിയെ കാണണം. അങ്ങനെ ഞാൻ അകത്ത് കയറി, കെട്ടിപ്പിടിച്ചു.
മൂക്കി പഞ്ഞി വെച്ച് കിടന്നു കഴിഞ്ഞ് ഉമ്മ കിട്ടിയിട്ട് എന്താ കാര്യം? എൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഞാൻ കുറച്ച് ഉമ്മകളൊക്കെ കൊടുത്ത് അടുത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. മിണ്ടാൻ മേല, ശ്വാസം മുട്ടലാണ്. എനിക്കറിയാം മരണത്തോട് അടുത്തോണ്ടിരിക്കുക. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെ കണ്ണു മിഴിച്ചു നോക്കി, ഇവളിനി എന്നതാ ചോദിക്കാൻ വരുന്നെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, അമ്മച്ചി സ്വർഗത്തിലേക്കുള്ള യാത്ര സമീപമായിട്ടുണ്ട്. അമ്മച്ചി മരിക്കും. സ്വർഗ കവാടങ്ങൾ കടന്ന് തമ്പുരാന്റെ തിരുമുഖം കണ്ട് അമ്മച്ചി കേറി 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 പോകുമ്പോൾ അമ്മച്ചിക്ക് തമ്പുരാനോട് ഗ്രേസ് ലാൽ എന്നൊന്ന് പറയാവോ? എൻ്റെ പേര് ഒന്ന് തമ്പുരാൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാവോ? വേറൊന്നും വേണ്ട. അവൾ ഇവിടെ നടപ്പുണ്ട്, തമ്പുരാന് വേണ്ടിയാണ് നടക്കുന്നതെന്ന് അമ്മച്ചി ഒന്ന് പറയാവോ? റെക്കമെൻഡ് ചെയ്യാവോ? അമ്മച്ചി തലയാട്ടി, കണ്ണുനീരൊക്കെ വന്നു. വീണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ പോന്നു. അമ്മച്ചി മരിച്ചു. കുറച്ച് 2 ദിവസം കഴിഞ്ഞ് മരിച്ചു. സിസ്റ്റർ എന്നെ വിളിച്ചു, മക്കളെല്ലാം അമേരിക്കയിൽ നിന്നും ഇവിടെ നിന്നെല്ലാം വരണമല്ലോ, സിഡ്നിയിൽ നിന്നൊക്കെ വരണം, അത് കഴിഞ്ഞിട്ടേ ഉള്ള അടക്ക്, ഡേറ്റ് ഞാൻ നിന്നെ അറിയിക്കാം. ഞാൻ പോയി. എൻ്റെ ദൈവമേ, അത്ര നല്ലൊരു ശവടക്കി അടുത്ത നാളിൽ ഞാൻ കൂടിയിട്ടില്ല. കാരണം ഞാൻ കോട്ടയത്ത് വന്ന തിരുനക്കര അമ്പലത്തിന് അവിടെ ഒരു വലിയ പൂക്കടയുണ്ട്. അതാണ് കോട്ടയത്തെ ഏറ്റവും നല്ല പൂക്കട. അവിടുത്തെ ആ പൂ ഉണ്ടാക്കുന്ന അവനോട് പറഞ്ഞു, ഇയാൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഏറ്റവും വലിയ പൂച്ചണ്ട്, ഏറ്റവും വിലയുള്ളത്, ഏറ്റവും മനോഹരമായ വെള്ളപ്പൂക്കൾ കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തരണം. അയാൾ എന്നെ നോക്കി, ഈ തള്ള അഹങ്കാരി തള്ള എവിടുന്നാ വരുന്നതെന്നുള്ള മട്ടില്ല. ഞാൻ നോക്കാൻ പോയില്ല. ഉള്ള കാര്യമില്ല നമ്മൾ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ പൂവെല്ലാം എടുത്ത് പോയി. ഈ പൂ അമ്മച്ചിയുടെ ദേഹത്ത് വയ്ക്കാൻ കൊണ്ടുപോയതാ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ അമ്മച്ചി കിടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഊട്ടിയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത ഓർക്കിഡ് പൂക്കൾക്ക് നടുവിലാണ്. പന്തൽ നിറയെ മനോഹരമായി പൂക്കൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. എൻ്റെ പൂവെ ഞാനൊന്ന് നോക്കി, എന്നാ പിന്നെ കൊണ്ടുപോയതല്ലേ, വെക്കണ്ടേ, ഞാൻ വെച്ചു. അപ്പോഴാണ് ഞാൻ അമ്മച്ചീനെ ശ്രദ്ധിക്കുന്നത്. മനോഹരിയായിരിക്കുന്നു, സുന്ദരിയായിരിക്കുന്നു, ഞാൻ കണ്ടതിലേറെ സുന്ദരിയായിരിക്കുന്നു. സിസ്റ്ററിന്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി, എന്നാലും പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് കരുതി. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ, ആ തള്ള തന്നെയാണോ ഈ തള്ള? അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്കെന്നെ ഇത്ര സംശയം? ഞാൻ പറഞ്ഞല്ല, അമ്മച്ചി എന്ത് സുന്ദരിയായിരിക്കുന്നു. എടി, ഇതെല്ലാം ഈവന്റ് മാനേജ്മെന്റുകാരുടെ പണിയാ. ഏത്? എടി, അവര് മരിച്ച അമേരിക്കയിൽ അറിഞ്ഞപ്പോഴേ ഈവന്റ് മാനേജ്മെന്റുകാരെ വിളിച്ച് പന്തല്, പൂക്കള്, വെള്ളം, കസേര എല്ലാം ഏർപ്പാടാക്കിയടി. എന്നിട്ട് അമ്മച്ചി ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ട് ഒരുക്കിച്ച് കിടത്തിയതാ. ഏത് ബ്യൂട്ടീഷ്യൻ? അതെനിക്കറിയില്ല, ഞാൻ നമ്പർ വേണേ സംഘടിപ്പിച്ച് തരാൻ നിനക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് വേണം. അമ്മച്ചി ഭയങ്കര എന്ന് പറയും, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇച്ചിരി ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ട്, ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ഇച്ചിരി ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ട്, ഇച്ചിരി റോഷൊക്കെ അടിച്ച മുടിയൊക്കെ നല്ല സ്റ്റൈല്, നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നേ. ഞാൻ അന്ന് തന്നെ വീട്ടിൽ ചെന്നു എൻ്റെ 2 മരുമക്കളെ പിടിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തി. ഞാൻ പറഞ്ഞു, മക്കളെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. അവര് ചോദിച്ചു, അമ്മയ്ക്ക് എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല, പക്ഷെ പറ്റും. എന്താന്ന് പറ. അമ്മ മരിക്കും. അവർക്ക് ഭയങ്കര സന്തോഷം. എപ്പോഴാന്ന് എന്നോട് ചോദിക്ക, എപ്പോഴാന്ന്. ഞാൻ പറഞ്ഞു, അതെനിക്ക് അറിയത്തില്ല മക്കളെ, അതാ ഈ പറയാൻ വരുന്നേ. മക്കളെ, അമ്മ മരിക്കുമ്പം അമ്മേനെ മെണാക്കൊണാന്ന് ഏതെങ്കിലും സാരി ഉടുത്ത് ഇവിടെ കിടത്തരുത്. നല്ല മനോഹരമായ സാരിയൊക്കെ ഉടുപ്പിച്ച് ഞാനൊരു ബ്യൂട്ടീഷ്യൻ്റെ നമ്പർ മക്കൾക്ക് മേടിച്ച് തരാം. അവരെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഒരുക്കി വേണം. കാരണം ക്ലാസ് എടുക്കാനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒത്തിരി പേര് വരാൻ സാധ്യതയുണ്ടേ. ശവോടൊക്കെ കേമമായിരിക്കും. ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല, നല്ല കേമമായിരിക്കും. അതുകൊണ്ട് എൻ്റെ കെട്ടിയോൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചത്തു തന്നാൽ മതി, ഫ്രണ്ട് പേജിൽ ഇടാന്ന് പറഞ്ഞു. അത് ഈയുടെ കൈയൊന്നോടി. ഞാൻ ആശുപത്രി ഈ വേനെടുത്തിട്ട് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മരിച്ചു പോവെന്ന് പറഞ്ഞു. നേരെ മരിച്ചു പോവോ? അങ്ങേര് പറയാ, ഇടി നീ പേടിക്കണ്ട, നല്ല ഫോട്ടോ ഇരിപ്പുണ്ട് നിന്റെ, അതെ ഫ്രണ്ട് പേജിൽ ഇടാന്ന്. മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ എൻ്റെ ഫോട്ടോ ഇടാന്ന്. എന്നിട്ട് പറഞ്ഞു, ഉടനെ കൊച്ചുമോൻ പറഞ്ഞു, അത് മമ്മി എല്ലാവരും ഇങ്ങനെ ബിസ്ക്കറ്റും കാപ്പിയും ഒക്കെ കൊടുക്കത്തില്ലേ, ഞങ്ങൾ പപ്സും പെപ്സിയും കൊടുക്കുമെന്ന്. കുറച്ച് ആഘോഷമായിട്ട് 3 എണ്ണം കൂടി ഇരുന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചാവുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചാവുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിവേ, ഈ അമ്മച്ചിയുടെ ഫ്യൂണറലിൽ ഞാൻ വീണ്ടും പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് അച്ഛന്മാർ വന്നു.
ചടങ്ങുകൾ, പ്രാർത്ഥനകൾ ആരംഭിച്ചു. ആ മക്കളെല്ലാം വെള്ളമുണ്ടും വെള്ള ഷർട്ടും. വെള്ള ഷർട്ട് എന്ന് പറഞ്ഞാൽ പശമുക്കി വടി പോലെ വെച്ചിരിക്കുന്ന ഷർട്ട്. എങ്ങനെ ഇതിനകത്ത് ഇവർ കയറി എന്നുള്ളതാണ്. മരുമക്കള് അധികം പേര് വന്നിട്ടില്ല, 2 പേരും ഉണ്ട്. കൊച്ചുമക്കൾ 1-2 ഒക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും വന്നിട്ടില്ല, അമേരിക്കയിലൊക്കെ അല്ലേ. അപ്പൊ ആ വന്ന മരുമക്കളും വെള്ള സാരി ഒക്കെ എടുത്തിരിക്കുന്നത്. അന്നേരം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, യൂണിഫോമിലാണല്ലോ എല്ലാവരും. എടി ഇപ്പൊ അങ്ങനാ, അപ്പനും അമ്മയൊക്കെ മരിക്കുമ്പോ യൂണിഫോം ഇടും. ഓ അത് കൊള്ളാമല്ലോ, നല്ല പരിപാടി. പള്ളിയിലേക്ക് ഈ ഡെഡ് ബോഡി എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരെണ്ണത്തിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നത് ഞാൻ കണ്ടില്ല. ഒരെണ്ണം കരയുന്നത്. നമ്മളിപ്പോ ഈ ഡെഡ് ബോഡി കാണാനല്ലല്ലോ പോന്നേ. ആരൊക്കെ കരഞ്ഞു ഇല്ലേ? നമുക്ക് രസമുള്ള പരിപാടി അതൊക്കെ. നിങ്ങളും കാണുന്നില്ലേ? എന്തോരാ പൊക്കാൻ പോന്നോരാ. അതെ. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് ഒരെണ്ണം കരയുന്നില്ല. അവസാനം ഞാൻ നോക്കുമ്പോൾ ഒരു പയ്യൻ അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്. ഞാൻ പെട്ടെന്ന് സിസ്റ്ററോട് ചോദിച്ചു, ഈവന്റ് മാനേജ്മെന്റുകാർ കരയാനും ആൾക്കാരെ ഏർപ്പാടാക്കി തരും? ഈവന്റ് മാനേജ്മെന്റുകാര് കരയാനും ആൾക്കാരെ ഏർപ്പാടാക്കി തരുവോ? ഉടനെ എന്നോട്, എൻ്റെ പൊന്നു ഗ്രേസ് നീ ഒന്നും മിണ്ടാതിരിക്കാതെ, അമ്മച്ചിയുടെ ഡ്രൈവർ അവന്റെ പണി പോയില്ലേ, അതാ അവൻ കരയുന്നത്. എടി അത് അമ്മച്ചിയുടെ ഡ്രൈവറാണ്. അന്ന് മുതൽ ഞാൻ എൻ്റെ ഡ്രൈവർ പയ്യനെ പൊന്നുപോലെ കൊണ്ടു നടക്കുക. പൊന്നുപോലെ ഞാൻ അവനെ നോക്കുന്നത്. ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, എടാ മോനെ ഉറക്കക്കരയാണ് എടാ. ഈ എടാ അവൻ പറഞ്ഞു നമുക്ക് വണ്ടി മാറാന്ന്. ഇച്ചിരി കൂടെ വേറൊരു വണ്ടി വാങ്ങിച്ചാലേ. എന്നിട്ട് പറഞ്ഞു, അതെ ഈ എന്നാണേലും ആൻറ്റി മരിക്കുമ്പോൾ ആൻറ്റിയുടെ 2 ആമക്കളും കൂടെ എല്ലാം എടുക്കും, അതുകൊണ്ട് ആൻറ്റി എൻ്റെ പേരിൽ. അവനെന്നോട് പറ, കരയണോ? കരയണമെങ്കിൽ എൻ്റെ പേരിൽ അത് ആക്കി വെക്കാമെങ്കിലും ഞാൻ കരയാം. എന്നാലും ഞാൻ അവനെ കൊണ്ടു നടക്കുകയാണ്. കരയേണ്ട ആരേലും. ഇവിടെ ആർക്കാരോടാണ് സ്നേഹം? മാതാപിതാക്കൾ, ഇതൊരു തമാശയല്ല. ഉള്ളിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നോ? ആർക്കാണ് സ്നേഹം? ഞാൻ ഈയിടെ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി വരിക. 3 നിലയുടെ മണ്ടയിലായിരുന്നു ക്ലാസ്, കുട്ടികൾക്കുള്ള ക്ലാസ്സാ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു പയ്യൻ എൻ്റെ പിറകെ ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ് ആൻറ്റി ക്ലാസ് ഉഗ്രനായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു, റിയലി ഐ എൻജോയ്ഡ് ഇറ്റ്. ബട്ട് ഗ്രേസ് ആൻറ്റി ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, അതെ അങ്ങനെയാടാ, അതങ്ങനെയാണ്. ഇപ്പം ഇത്രയും പേര് ഇരിപ്പുണ്ട്, ഞാൻ പറയുന്ന എല്ലാം ഒന്നും എല്ലാവരും സ്വീകരിക്കത്തില്ല. കുറച്ച് പേര് പ്രതിപക്ഷമുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലടേ, എല്ലാവർക്കും എതിരഭിപ്രായമുള്ളവരുണ്ടാവും. മോൻ എന്നാ ഇഷ്ടപ്പെടാതെ പോയത്? ഇത്രേ ഉള്ളൂ, കാന്താരി പോലെ 8ാം ക്ലാസ് പഠിക്കുന്ന സാധന. ഞാൻ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്ന വഴിക്കാൻ ചോദിച്ചു, മോൻ എന്താ ഇഷ്ടപ്പെടാതെ പോയത്? ഗ്രേസ് ആൻറ്റി പറഞ്ഞില്ലേ മാതാപിതാക്കൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഗ്രേസ് ആൻറ്റി പറഞ്ഞില്ലേ മക്കളുടെ എല്ലാ വിദ്യാഭ്യാസം, ഭക്ഷണം, അത് ഇത് എല്ലാം മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്ന് ഞാൻ പറഞ്ഞു. ഗ്രേസ് ആൻറ്റി, ആ ആശയത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. വൈ? എൻ്റെ അപ്പനും അമ്മയെ സെപ്പറേറ്റ് ചെയ്യാൻ കോടതിയിൽ കേസ് നടക്കുക. ഗ്രേസ് ആൻറ്റിക്ക് അറിയാവോ, അവർ 2 പേരും പ്രേമിച്ച് കെട്ടിയതാ. അവർ 2 പത്രപ്രവർത്തകരാ. വലിയ പത്രത്തിലെ, ചെറിയ പത്രത്തിലെ ഒന്നും അല്ല, ബോംബെയിലെ ഒരു വലിയ പത്രത്തിലെ പ്രവർത്തകനാണ് അപ്പൻ. അവര് 2 പേരും ഡിവോഴ്സിന് കേസ് കൊടുത്തിട്ട് കേസ് നടക്കുക. ഈയിടെ കോടതിയിൽ പോയി. എന്നോട് ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ ഇതിൽ പോവേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ആരുടെയും കൂടെ പോകണ്ട, ഇവര് 2 പേരും കൂടെ ഒരുമിച്ച് വരുമെങ്കിൽ എനിക്ക് അവരുടെ കൂടെ പോകണം, ഇല്ലെങ്കിൽ എനിക്ക് 2 പേരെയും വേണ്ട. അതെന്റെ തീരുമാനമാണ്. ഗ്രേസ് ആൻറ്റിക്ക് അറിയാവോ, ഇവര് കേസ് കൊടുത്തപ്പോ 4 നിലയുടെ മണ്ടേന്ന് ഞാൻ ചാടി, ചത്തില്ല, കാലൊടിഞ്ഞതേ ഉള്ളൂ. കോടതി എന്നോട് പറഞ്ഞിരിക്കുന്നു ഇതിൽ ഒരാളുടെ കൂടെ വിടാന്ന്. എനിക്ക് വേണ്ട, എനിക്കവരെ വേണ്ട. ഞാനിപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ, പക്ഷെ ഞാനിവിടെ ഹോസ്റ്റലില്ല. ഗ്രാൻഡ് ഫാദറിന് പ്രായമായി, വല്ലപ്പോഴോ വരത്തുള്ളൂ. ആരില്ല ആൻറ്റി, ആരില്ല. എത്ര പിള്ളേരെ ഞാൻ ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ടെന്നറിയാവോ? അപ്പൻ്റെ അമ്മയുടെയും വാശിക്കിടയില് നീറുന്ന മക്കള്. പ്രിയപ്പെട്ടവരെ,
സമയം തീർന്നു, 1:15, 1 മണി വരെ പറഞ്ഞാൽ മതിയെന്ന് ഈ അച്ഛൻ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ ചോദിച്ചു, അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ഇച്ചിരി വേണേ പറയാമെന്ന്. അത് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ എന്നാ പറഞ്ഞത്. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നിർത്തേണ്ട സമയമായി, എന്നാലും ഞാൻ പറഞ്ഞു പോവുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഭാഗം എന്നറിയാവോ? കുടുംബം ഒരു സ്നേഹനികേതനമാവണം, സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. മാതാപിതാക്കളുടെ ഹൃദയം സ്നേഹം കൊണ്ട് ജ്വലിക്കുമ്പോഴാണ് മക്കൾ സ്നേഹത്തിൽ വളരുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനം, എഫെസുകാർക്കുള്ള പൗലോസ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്നതുപോലെ ഭർത്താവിനെ കീഴടങ്ങാനോ. ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്നപോലെ ഭർത്താവിനെ അനുസരിപ്പിൻ. മിശിഹ തന്റെ സഭയുടെ ശിരസും സംരക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. കീഴടങ്ങൽ അല്ലേ? ശരിക്കും എന്നെ കെട്ടിക്കാൻ ഞങ്ങളുടെ പള്ളി കൊണ്ടുവരുത്തി. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. എൻ്റെ ഇടതമ്പരാനെ, നീ എന്തും ചെയ്യാനുള്ള അധികാരമാണോ ഇത് ഞാൻ വിട്ടുകൊടുക്കുന്നത്? ഇത്തിരി കട്ടിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, ഇങ്ങേരോടും പറയുമായിരിക്കും എനിക്ക് കീഴ്പ്പെട്ട്. അല്ലെ, ഈ അങ്ങനെ 2 തരം വർത്താനം പറയുമെന്ന് ഞാൻ ഓർത്തില്ല. നമ്മളോട് കീഴ്പ്പെടാൻ പറഞ്ഞ ഇവരോട് എന്നാ അല്ലേ? അന്നേരം അടുത്ത ക്ലോസ് ഞാൻ ശ്രദ്ധിച്ചു, ഭർത്താക്കന്മാരെ മിശിഹ തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വന്തം ശരീരത്തെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുന്നില്ലല്ലോ. അപ്പം എനിക്ക് തോന്നി, എളുപ്പമുള്ള പണി ഇതിയാനെ ഏൽപ്പിച്ചു, ബുദ്ധിമുട്ടുകളല്ല ഈ പാവപ്പെട്ട നമ്മുടെ തലയിൽ. ഞാൻ അങ്ങനെയൊക്കെ ഓർത്തു കേട്ടോ. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് കുറേ നാൾ പഠിക്കുകയായിരുന്നു. ആ സമയത്ത് സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെ പഠിച്ച സമയത്ത് ഒരു പേപ്പർ തിയോളജി ആയിരുന്നു, ദൈവശാസ്ത്രം. അത് പഠിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. ലാലിച്ചായ എന്നാടി, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല സംഗതികളുടെ കിടപ്പ്. നീ എന്നതാ വിചാരിച്ചത്? നീ ബെല്ലും ബ്രേക്കും ഇല്ലാതെ വാലും തലയില്ലാതെ പറയാതെ കാര്യം വ്യക്തമായിട്ട് പറ. അപ്പം ഞാൻ പറഞ്ഞു, അതെ നമ്മളെ കെട്ടിക്കാൻ പള്ളി കൊണ്ട് നിർത്തിയപ്പോഴ് ഈ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ലാലിച്ചായന് ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞു ഏതാണ്ടൊക്കെ എന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു, എന്തുവാ നിങ്ങളോട് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നിന്നോട് പറഞ്ഞത് എന്നാന്ന് പറ, എന്നോട് പറയുക. ഞാൻ പറഞ്ഞു, അതിങ്ങനെയാണ്, കീഴ്പ്പെട്ടിരിക്കാൻ. നീ കീഴ്പ്പെടണം. കീഴ്പ്പെട്ടാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യനെ, അതല്ല ഞാൻ പറയാമെന്നേ. നിങ്ങളോട് പറഞ്ഞ എന്നാന്നറിയോ? മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോഴാ കീഴ്പ്പെടുന്നേ. മിശിഹ അങ്ങനെ സഭയെ സ്നേഹിച്ചെന്നറിയോ? കുരിശെടുത്തോണ്ട് പോയ കഥ നമുക്കറിയാമല്ലേ? കുരിശ് ഞാൻ പോയ കഥ അറിയാമല്ലോ. അവിടെ പോയി പടഞ്ഞു മരിച്ച കഥ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, വേണ്ടി വന്നാൽ എനിക്ക് വേണ്ടി നിന്ദനങ്ങളും അപമാനങ്ങളും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, വേണ്ടി വന്നാൽ എനിക്ക് വേണ്ടി ത്യാഗങ്ങളും കഷ്ടതകളും സഹിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, എന്തിനാ കൂടുതൽ പറയുന്നേ? ജീവൻ പോലും ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ കീഴ്പ്പെട്ടിരിക്കാനാ പറഞ്ഞ്. ഇതിടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ ആണുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ല, അതാ പറഞ്ഞത്. ഒന്നുമില്ല, നിങ്ങൾ അടുക്ക ചെന്ന് ഇത്രയും പറഞ്ഞാൽ മതി, മിശിഹ സഭയെ സ്നേഹിച്ച പോലെ. മിശിഹ സഭയെ അത്രയും പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവൂല്ലോ. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ബുദ്ധിമുട്ട് പിടിച്ച് ആരെ ഏൽപ്പിച്ചിരിക്കും? ഈ പാവങ്ങളെ. എനിക്ക് ഇവരോട് സഹതാപോ അല്ലേ? അതെ, അതുകൊണ്ട് മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അതൊരു വല്ലാത്ത ബന്ധമാണെന്ന് വിചാരിക്കുക. നമുക്ക് തോന്നുമ്പോൾ ഇട്ടച്ചുവാനും തോന്നുമ്പോൾ വേറൊരുത്തരൂടെ പോകാനും ഒന്നും പറ്റത്തില്ല. എന്തു കേസ് എന്നറിയാം? എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അതങ്ങ് കൂടുക. കൂടുന്ന എനിക്കിഷ്ടമാണ്, കാരണം എനിക്ക് ജോലിയുണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുക, 2-3 ആഴ്ചയായുള്ളൂ. മഴയൊക്കെ ഉണ്ടായ സമയം കോട്ടയം ചന്തയിൽ ലോറി ഓടിക്കുന്ന ഒരു മനുഷ്യൻ, 52 വയസ്സ്, സുമുഖൻ, സുന്ദരൻ, 10ാം ക്ലാസ് വിദ്യാഭ്യാസം. അവന് ലോറി ഓടിക്കുന്നത് വലിയ ലോറിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരികയാണ് അവൻ്റെ പണി. തേനി, കമ്പം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പോകുന്നു, പച്ചക്കറി കൊണ്ടുവരുന്നതാണ് അവൻ്റെ പണി. അവൻ്റെ ഭാര്യ എൻ്റെ ഓഫീസിൻ്റെ അടുത്തൊരു ഫ്ലാറ്റിൽ 3 വീട്ടിൽ ജോലി ചെയ്യുന്നു. അവള് രാവിലെ ഒരു വീട്ടിൽ കയറുന്നു. അങ്ങനെ 3 വീട്ടിൽ നിന്നും കൂടെ ഒക്കെ 10,000 വീതം 30,000 രൂപ അവൾ ഉണ്ടാക്കുന്നുണ്ട് മാസം.
മക്കൾ മൂത്ത കുട്ടി +2 ആണ്, സുന്ദരിയാണ്, ഡാൻസുകാരിയാണ്, ഭരതനാട്യം കളിക്കും, പാട്ടുപാടും, പ്രസംഗിക്കും, സർവ്വകലാവല്ലഭ. രണ്ടാമത്തെ കൊച്ച് 8ാം ക്ലാസ്, മൂന്നാമത്തെ കൊച്ച് 3ാം ക്ലാസ്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സമാധാനമായിട്ട് വീട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ചേട്ടന് ഒരു പൂതി, നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് ഉണ്ടാക്കണമെന്ന്. 10ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. 10ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പുള്ളിക്ക് പണ്ടൊരു ലൈൻ ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പണ്ട് ആ ലൈൻ എവിടാന്ന് കണ്ടുപിടിച്ചു, തൊടുപുഴ കെട്ടിച്ചു, അങ്ങനെ വിളിച്ചു. അവിടെ മൂത്ത മോളെ കെട്ടിച്ചു. രണ്ടാമത്തെ മോൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞാണ്ട് ചെറിയ പണിയായി, ഭർത്താവ് ഇറങ്ങേണ്ട ജോലി പോയി തൊടുപുഴയ്ക്ക് ബൈക്കെടുത്ത് വെച്ച് പഴയ കാമുകിയെ കാണാൻ. ആ സ്നേഹം അവര് പുതുക്കി. കാമുകി ഇങ്ങോട്ട് വരുന്നു, ഇയാൾ അങ്ങോട്ട്. വെറും 2 മാസമായിട്ടുള്ളൂ. എങ്ങനെയോ ഈ പെൺകുട്ടിയുടെ ചെവിയിൽ ഇത് കിട്ടി. പിള്ളേര് എങ്ങനെയോ അപ്പയുടെ ഓരോ പണിയെല്ലാം കണ്ട് പിടിച്ച് കൊടുത്തതാണ്. അങ്ങനെ അവള് ഇവൻ ഇത് ലോഡ് എടുക്കാൻ വേണ്ടി പോയ ഒരു ദിവസം, ഭയങ്കര മഴയാണ് രാത്രിയിൽ, പിള്ളേരെ വിളിച്ച് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ വിളിച്ച് അവൾ കയറി. കോട്ടയത്ത് ടൗണിനടുത്തുള്ള ഒരു പാലത്തിൽ നിന്ന് വെള്ളം പൊങ്ങിക്കിടക്കുന്ന സമയം വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന പിള്ളേർ കിടന്ന് കരഞ്ഞു, ബഹളം ഉണ്ടാക്കി. ആരോ അതിലെ ഒരു ഓട്ടോക്കാരൻ വന്ന് ഇവരെ കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കോട്ടയത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ പോലീസുകാർ അവിടുന്ന് വിളിച്ചു, ഗ്രേസ് എപ്പോഴാണ് വരിക, ഇങ്ങനൊരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ നേരം വെളുക്കുന്നതിന് വരെ ഇവിടെ സൂക്ഷിക്കാൻ കട്ടൻ കാപ്പിയൊക്കെ കൊടുത്ത് ഞങ്ങൾ വെച്ചോളാം, നേരം വെളുക്കുമ്പോൾ നമുക്ക് ആ കേസൊന്ന് ചെയ്യണം, അവൻ ലോഡുമായിട്ട് വരും. അങ്ങനെ അവൻ ലോഡുമായിട്ട് വന്നു. പോലീസുകാർ എൻ്റെ അടുത്ത് വരെ എത്തിച്ചു. ഞാൻ അത്യാവശ്യം ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് വിട്ടു. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു, പറ്റില്ല ആൻറ്റി, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ അവൾ പറഞ്ഞു, ഞാൻ വീണ്ടും കൗൺസിലിങ്ങിന് അടുത്ത അപ്പോയിൻമെൻ്റ് ഒക്കെ കൊടുത്തു, പിള്ളേരുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൾ വിഷം കഴിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പാരലൈസ് ചെയ്ത് കിടപ്പുണ്ട്. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ പാരലൈസ് ചെയ്ത് കിടപ്പുണ്ട്. എന്താണോ ഇത്തരം ബന്ധങ്ങൾ കൊണ്ട് ഓരോരുത്തരും നേടുന്നത്. ഭാര്യ അറിയാത്ത സൗഹൃദം ഭർത്താവിന്, ഭർത്താവ് അറിയാം. പെണ്ണുങ്ങൾ മോശമൊന്നുമല്ല, പെണ്ണുങ്ങൾ മോശമൊന്നുമല്ല. എന്തുമാത്രം സൗഹൃദങ്ങൾ. ദൈവത്തെ ഓർത്ത് മരണം നമ്മളെ വേർപെടുത്തുവോളം വിശ്വസ്തരായി ജീവിക്കാമെന്ന് ദൈവത്തിനു മുമ്പാകെ പ്രതിജ്ഞ എടുത്തവരാണ് നമ്മൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം പറയുന്നു, മോശമായ വികാരത്തോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഉള്ളിൽ വ്യഭിചാരം ചെയ്യുന്നു. മനുസ്മൃതികളിൽ മനു പറയുന്നു, ഒരു സ്ത്രീയുടെ അറിവോ സമ്മതമോ കൂടാതെ അവിടെ വസ്ത്രത്തിന്റെ അറ്റത്തെങ്ങാണ് ഒന്ന് തൊട്ടാൽ ബലാത്സംഗം. ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. വീണ്ടും പറയുന്നു, ഒരു സ്ത്രീയെ ആകർഷിക്കാനായി സുഗന്ധലേപനങ്ങൾ പൂശിക്കൊണ്ട് അവിടെ അടുത്തൂടെ അങ്ങട് ഇങ്ങട് നടന്നാ വ്യഭിചാരം. ഒരു സ്ത്രീക്ക് ദുരുദ്ദേശത്തോടെ ഒരു കൊച്ചു സമ്മാനം വച്ചു നീട്ടിയാൽ വ്യഭിചാരം. വ്യഭിചാരത്തിന്റെ ഡെഫിനിഷൻ എന്നാണ്? ഞാൻ വേറെ ബന്ധത്തിനൊന്നും പോകുന്നില്ല എന്നുള്ളതല്ല, അത്ര സ്ട്രിക്റ്റാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. പ്രിയപ്പെട്ടവരെ, ഒരാത്മപരിശോധന ചെയ്യുക. ഞാൻ വിശ്വസ്തനാണോ? ഞാൻ വിശ്വസ്തയാണോ? സംശയങ്ങൾ ആപത്താണ്. സംശയം എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ്, പാരനോയ എന്ന രോഗം. ആർക്കാണ് സംശയം വരിക? അമിതമായ മദ്യപാനികളിൽ സംശയരോഗം ഉണ്ടാവാം, അമിതമായ മദ്യപാനികളുടെ മക്കളിൽ സംശയരോഗം ഉണ്ടാവാം, പ്രേമബന്ധങ്ങൾ പരാജയപ്പെട്ടവരിൽ സംശയരോഗം ഉണ്ടാവാം, പ്രീ മാരിറ്റൽ സെക്സ് ആസ്വദിച്ചിട്ടുള്ളവരിൽ സംശയരോഗമുണ്ടാവാം, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളവരിൽ സംശയരോഗമുണ്ടാവാം. സംശയം രോഗമാണ്. സംശയം കുടുംബത്തെ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് പോയി പറഞ്ഞത് തീർക്കണം, ഇല്ലെങ്കിൽ അത് കുഴപ്പമാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസ്തരാകാം, പരസ്പരം അംഗീകരിക്കുക. നമ്മളാരും എല്ലാം തികഞ്ഞ വ്യക്തികളല്ല. കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഉള്ളവരാണ് നമ്മൾ. എല്ലാം തികഞ്ഞ ഒരാളെ ഭർത്താവായി കിട്ടാൻ ഞാൻ എല്ലാം തികഞ്ഞവളാണോ? എല്ലാം തികഞ്ഞ ഒരു സ്ത്രീയെ ഭാര്യയായി കിട്ടാൻ ഞാൻ എല്ലാം തികഞ്ഞവനാണോ? അല്ല. ബലഹീനതകളോടുകൂടി സ്വീകരിക്കുക, കുറവുകളോടുകൂടി സ്വീകരിക്കുക. അതെ, അവരുടെ കുറവ് ദൈവം നമുക്കായി തരുന്ന സഹനമാണെന്ന് വിചാരിക്കുക. സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോഴാണ് കുരിശിൻ്റെ ആ ബലി അല്ലെങ്കിൽ പൂർത്തിയാവുന്നത്. കുടുംബത്തിനൊരു ബലിക്കല്ലുണ്ടാവണം. അതെ, കുടുംബത്തിലൊരു ബലിക്കല്ല് വേണം.
മാതാപിതാക്കള് ആ ബലിക്കല്ലില് ബലിയർപ്പിക്കുന്നവരാവണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരസ്പരം അംഗീകരിക്കുക, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. വിട്ട് വീഴണം, രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീഴരുത്. ഒരാൾ ചൂടാകുമ്പോൾ മറ്റയാൾ ചൂടാവേണ്ടിരുന്നാൽ മതി. ചില ദിവസം ഇവർ നമ്മുടെ പുറകെ വരും, കണ്ടില്ലേടി കേട്ടില്ലേടി, മറ്റവളെ മറിച്ചവളെ, കുഴി കിടക്കുന്ന വലിയ ഭൂപ്പന വരെ ഇവർ പൊക്കും. സത്യം പറഞ്ഞാൽ ഇവരുടെ അപ്പൂപ്പനെങ്കിലും പൊങ്ങണം, എന്നാലേ അതാണ് അതിൻ്റെ ഒരു ശരി. രണ്ടുപേരും കൂടെ അപ്പൂപ്പന്മാരെ പൊക്കിയാൽ കുഴി കിടക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല, മൊത്തം ഇല്ല എഴുന്നേറ്റ് കിടക്കും. കാരണം ചില പിള്ളേർ എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ അപ്പയാണോ ശരി അമ്മയാണോ ശരി? ആൻറ്റി പറ, ഞാൻ വിശ്വസിക്കാം. ഈയിടെ ഒരു സംശയ, ഭർത്താവിന് ഭാര്യ ഭയങ്കര പരിപാടിയാണ്. അപ്പോഴത്തേക്ക് ഈ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ എന്നോട് പറഞ്ഞു, സത്യത്തിൽ എൻ്റെ അമ്മ പിഴയാണോ? അപ്പം പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഗ്രേസ് ആൻറ്റി എന്നോട് സത്യം പറയാവുള്ളൂ. പിഴയാണെങ്കിൽ ഞാൻ അവരെ കൊല്ലും, പിഴയാണെങ്കിൽ ഞാൻ അവരെ കൊല്ലും, എൻ്റെ കൈ കൊണ്ട് അവർ മരിക്കും. ഇല്ല, നിന്റെ അപ്പന് സംശയരോഗമാണ്, നിന്റെ അപ്പന് സംശയരോഗമാണ്. ഇങ്ങനെയുള്ള ഒത്തിരി കേസുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുക, വിശ്വസ്തരാവുക, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക, കുടുംബത്തെ ഒരു സ്നേഹനികേതനമാക്കണം. ഏതെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുറിയിലല്ല ഉറങ്ങുന്നതെങ്കിൽ, ഏതെങ്കിലും വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ, ഏതെങ്കിലും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ലെങ്കിൽ ആ വീട്ടിൽ പ്രശ്നമുണ്ടാവും, ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം വിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഒരുമിച്ചാണോ ഉറങ്ങുന്നത്? പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത്, പിള്ളേർ 3 നടുക്കടുപ്പുണ്ടെന്നേ ഉള്ളൂ. ഒരുമിച്ചാല് ഒരു മുറിയില്ല, പക്ഷെ പിള്ളേർ 3 കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് മെഡിസിൻ അഡ്മിഷൻ കിട്ടി, പോകുന്നില്ല, കൊണ്ടുവന്നിരിക്കുക. അപ്പം ഇതിനോട് പറഞ്ഞു വന്നപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഹോസ്റ്റലിൽ ഒന്നും നിൽക്കാൻ പറ്റുന്നത്, എനിക്ക് ഭയങ്കര പാടാണ്. ചോദിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മയുടെ അപ്പം നടുക്ക ഈ പെണ്ണ് കിടക്കുന്നത് 10-18 വയസ്സുള്ള പെണ്ണ്. ഈ തള്ള തന്നെ ഇരുന്ന് നാണമില്ലെന്ന്, 10-18 വയസ്സുള്ള കെട്ടിപ്പിടിച്ചില്ലേ തളയ്ക്കും തന്നേക്ക് നടുക്ക് കിടത്തിരിക്കുക. ആ പെണ്ണിന് മെഡിസിൻ അല്ല എന്നതിന് അഡ്മിഷൻ കിട്ടി, അവളെ എവിടെ പോയി നിൽക്കാനോ പോകുന്നത്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതെ. അതുകൊണ്ട് മാതാപിതാക്കള് ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു മധുബഹയാണ്. ഈ മധുബഹയിൽ എങ്ങനെയാണോ വിശുദ്ധ ബലി ഇന്ന് അർപ്പിച്ചത്, അതേ കൂദാശ പോലെ തന്നെ പരികർമ്മം ചെയ്യുന്ന വിവാഹം എന്ന കൂദാശയുടെ ഏറ്റവും കാതലായ ഭാഗം നടക്കുന്നത് ബെഡ്റൂമിലാണ്. സെക്സ് ആരുടെയും ഔദാര്യമല്ല, അത് ഭാര്യ ഭർത്താക്കന്മാരുടെ അവകാശമാണ്. ദൈവം നമുക്കായി സ്നേഹം പങ്കുവെക്കാനായി തന്നിരിക്കുന്ന അവകാശം. അതുകൊണ്ടൊരു ബെഡ്റൂമിന് ഏതെങ്കിലും അച്ഛൻ മതം മടിച്ച് ചോദിച്ച കുർബാന ചൊല്ലുന്നതിനിടയ്ക്ക് ജോസി ഇങ്ങോട്ട് വന്നാടാ ജോസി എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവോ? ഇല്ല, കുർബാന ധീരതൻ വരെ അടക്കി പിടിച്ചോണ്ടിരിക്കും. കാരണം അത് പാടില്ല എന്ന് പറഞ്ഞ പോലെ ബെഡ്റൂമിനെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക. ബെഡ്റൂമിനെ എല്ലാ വിശുദ്ധിയോടെ സൂക്ഷിക്കുക. അവിടെ വിട്ടിറങ്ങി പോവരുത്. മരണം നിങ്ങളെ വേർപെടുത്തുവോളം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ട സ്ഥലമാണത്. അതുകൊണ്ട് ഒരുമിച്ച് ഉറങ്ങാൻ നിങ്ങൾക്ക് പറ്റണം. പ്രാർത്ഥിക്കാറുണ്ടോ ഒരുമിച്ച്? അവള് പിള്ളേരോട് പ്രാർത്ഥിക്കും, ഞാൻ വരുമ്പോൾ ലേറ്റാവും. അവള് പിള്ളേരും പ്രാർത്ഥിക്കും, ഞാൻ വരുമ്പോൾ ലേറ്റാവും. ആയിക്കോട്ടെ, ലേറ്റ് ആയിക്കോട്ടെ, വെളുപ്പിനെ ഒന്ന് എഴുന്നേറ്റ് തന്നെ കുഴപ്പം. ഏതെങ്കിലും ഒരു സമയം ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് ഇതുപോലെ വേറൊരു രാജ്യത്താണ് ക്ലാസ് എടുക്കാനായിട്ട് പോയതാ, അയർലൻഡിലാണ്. ഞാൻ കുറവലങ്ങാടുകാരൻ ഒരു പയ്യൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ആദ്യത്തെ ദിവസം ഇതുപോലെ ഞാൻ റൂമിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മോൻ വന്ന് എൻ്റെ റൂമിൽ കൊട്ടിയിട്ട് പറഞ്ഞു, ഗ്രേസ് ആൻറ്റി പ്രാർത്ഥിക്കാൻ വരാൻ പപ്പ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വരിക എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഒരു പാ വിരിച്ചിട്ടിട്ട് ഇവരതെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥന ആരംഭിച്ചിരിക്കുക. അപ്പം ഞാൻ ആ പായിൽ ഇടയിൽ, അപ്പം ഞാൻ കാർപ്പറ്റയിൽ മുട്ടുകുത്തി നിന്ന് ഞാനും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പ്രാർത്ഥന കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, മോനെ ബിനു, അയർലൻഡിൽ ഇത്രയും പാ കിട്ടുമോ? അയർലൻഡിൽ ഇത്രയും പാ കിട്ടുമോ? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഇല്ല, ഇത് പാലാ ചന്തയിൽ നിന്ന് മേടിച്ചതാ. ഞങ്ങൾ 4 ആൺപിള്ളേരും 2 പെൺപിള്ളേരുവാ. ഞങ്ങളുടെ അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, പായൽ മുട്ടുകുത്തിക്കണം. എനിക്ക് 3 എണ്ണം ഉണ്ട്. ആ 3 ആൺപിള്ളേര് ഞാനൊരു പാ മേടിച്ചോണ്ട് പോകുന്നതാ. എൻ്റെ വെട്ടിയുടെ അടിയിൽ മടക്കി വെച്ച് അതേ മുട്ടുകുത്തി നിർത്തി
ആ പാരമ്പര്യം എൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഇപ്പം നിങ്ങളോട് പോയി മേടിച്ചുകൊണ്ട് വരാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതിൽ അപാകതകൾ കാണും. എല്ലാം തികഞ്ഞ അപ്പനും അമ്മയും ഇവിടെ ആരും ഇല്ല, എല്ലാം തികഞ്ഞ മക്കളും ഇല്ല. അതുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക, നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നമ്മുടെ പിള്ളേർ നമ്മുടെ കൂടെ അല്ല കൂടുതൽ വളരുന്നത്, അവർ പുറത്താണ് ജോലിക്ക് വേണ്ടിയും അതിനും ഇതിനുമായിട്ട് പുറത്തു പോകുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസം, നിങ്ങൾ കൊടുക്കുന്ന ജീവിത ക്രമം, നിങ്ങൾ കൊടുക്കുന്ന ആത്മീയത അത് സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് ഫാമിലി സൺഡേ എന്തിനാ വെക്കുന്നതെന്നറിയാവോ? നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മുടെ ബലഹീനതകൾ എന്താണ്, നമ്മുടെ കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോട് പറയണം, നിന്റെ കാര്യം മാത്രമാ തള്ള പറഞ്ഞത്, ശരിക്കും ക്ലാസ് നിനക്കായിരുന്നു, അവിടെ ഇരുന്നപ്പം ഞാൻ അത് ഓർത്തോണ്ടിരിക്കും. ഇനി തള്ള പറയുന്ന, ഒയ്യോ നിങ്ങളുടെ കാര്യം മാത്രമാ. അതെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങളുടെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്, നിൻ്റെതൊന്നും എൻ്റെതൊന്നും നോക്കണ്ട, നമ്മുടെ കാര്യമാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റായിട്ട് മരിക്കാറായി കിടക്കുക. അവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഗ്രേസ് ആൻറ്റി ഒരു ദിവസം ഹോസ്പിറ്റൽ വരെ വരാവോ? സെക്കൻഡറി സ്റ്റേജാണ്, അമ്മ മരിക്കാറായിരിക്കുക. ഗ്രേസ് ആൻറ്റിയെ വലിയ ഇഷ്ടമാണ്, ഗ്രേസ് ആൻറ്റി ഒന്ന് ഒരുക്കണം, കാരണം പപ്പയും മമ്മിയും തമ്മിൽ എന്നോ അടിയായിരുന്നു, പപ്പയോട് മമ്മിക്ക് വൈരാഗ്യ, ഒന്ന് വരാവോ? ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാനത് ക്ലിനിക്കിൽ നിന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. ലിസി എന്നാണ് അവളുടെ പേര്. അവർക്ക് 3 ആൺപിള്ളേരെല്ലാം മിടുക്കന്മാരായി, നല്ല ജോലിയൊക്കെ. ഇളയ മോനാണ് എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചത്. ഞാനങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞു, കട്ടിൽ കയറിയിരുന്നു. ലിസിയുടെ കൈയെടുത്ത് പിടിച്ച് ദൈവത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച്, ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ലിസി, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം. അന്നേരം എന്നോട് പറഞ്ഞു, പുറത്തൊരുത്തം നിൽക്കുന്ന കണ്ടു കാണുമല്ലേ, ചാകാൻ കിടക്കുക, അന്നേരം അവർക്ക് നല്ല ചോണ. ഞാൻ പറഞ്ഞു കണ്ടു. അതെ, ഞാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ജോസിനോട് ലിസിക്ക് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പം എന്നോട് പറഞ്ഞു, എന്തുവാ അറിയാന്നേ, ഒന്നും അറിയില്ല നിങ്ങൾക്ക്. 38 വർഷമായി കല്യാണം കഴിഞ്ഞ്, 42 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. നിനക്കറിയാവോ, എന്നെ കല്യാണം കഴിക്കുമ്പോൾ അയാൾ സൗദി അറേബ്യയില. 2 വർഷം കൂടുമ്പോൾ അവധിക്ക് വരുന്ന മനുഷ്യൻ. അമ്മായിമ്മ, അമ്മായിപ്പൻ, നാത്തുമാരെല്ലാം ഉള്ള വീട്. അതിനിടയ്ക്ക് 2-3 പ്രസവം. ആണ്ടിൽ വരുമ്പോൾ ഓരോരോ ഗർഭം ധരിച്ചു. അങ്ങനെ 3 എണ്ണത്തിൻ്റെ പ്രസവിച്ചു. പൈസ അയാൾ അയച്ചു തരും. അയാൾ അവധിക്ക് വന്നാൽ ആ പെട്ടി ഒന്ന് തുറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പെങ്ങന്മാരും അമ്മയും കൂടെ പോയി തുറക്കും. അതിനകത്ത് എനിക്കായിട്ടൊരു പൗഡറോ ഒരു ക്രീമോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എനിക്കായിട്ട് അയാളൊന്നും കൊണ്ട് തന്നിട്ടില്ല. ഞാനിങ്ങനെ വീട്ടുകാരി, അടുക്കളക്കാരി, വേലക്കാരി, ഇയാൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. അയാളുടെ കൂട്ടുകാർ വരുന്നു, അവർ കള്ളു കുടിക്കുന്നു, ആഘോഷിക്കുന്നു. അയാളുടെ പൈസ തീരുമ്പോൾ എൻ്റെ ആഭരണം പണയം വെക്കുന്നു, എന്നിട്ട് അയാൾ പോകുന്നു. എനിക്ക് അയാൾ സ്നേഹം തന്നിട്ടില്ല. അപ്പനും അമ്മയൊക്കെ മരിച്ചു, പെങ്ങന്മാരൊക്കെ കെട്ടിച്ചു. അതൊരു കാലമായിരുന്നു. ഇപ്പൊ ഗ്രേസ് പിള്ളേരെല്ലാം നല്ല നിലയിലായി, കുഴപ്പമൊന്നുമില്ല. എൻ്റെ അവസാനത്തെ മോൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചു, പപ്പേ ഞാൻ ഒറ്റയ്ക്കാ. പപ്പയുടെ കുടുംബത്തെ ഞാൻ ഭംഗിയായി നോക്കി, മക്കളെ ഞാൻ നന്നായി വളർത്തി. എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് ജീവിക്കാനൊരാഗ്രഹം, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനൊരാഗ്രഹം. എന്നെ തെറി വിളിച്ചു, തെറി വിളിച്ചു. ഞാൻ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു, ഈ മനുഷ്യനെ എനിക്ക് ഇനി സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ കാലമായി. ഞാൻ അസുഖമായപ്പോൾ അയാൾ വന്നില്ല, രൂപ അയച്ചു തന്നു. ഇപ്പം അയാൾ ഞാൻ ചാകുമെന്ന് അറിഞ്ഞപ്പോൾ വന്നതാണ്. ചാകുമെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വരുന്നു, എൻ്റെ കാല് തിരുമുന്നു, എൻ്റെ നെറ്റിക്ക് കൈവെക്കുന്നു, എനിക്ക് കരിക്കും വെള്ളം തരുന്നു. അറപ്പാണ് എനിക്ക്, വെറുപ്പാണ് എനിക്ക്. അയാളോട് പറയണം എനിക്ക് അയാളെ കാണണ്ടെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പറയാം. ഞാൻ പുറത്തിറങ്ങി വന്നു. ഈ മനുഷ്യനവിടെ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ചേട്ടായി എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരാവോ? അയാളൊന്നും മിണ്ടാതെ എൻ്റെ കൂടെ വന്നു. ഞാൻ പോയത് ആ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിലേക്കാണ്. പള്ളിയിൽ കയറി 2 കസേര എടുത്തിട്ടു.
ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ചേട്ടായി ഒന്ന് ഇരിക്കാവോ? ഇരുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടായി, ആ ചേച്ചിയുടെ മനസ്സെന്നറിയേ ചേട്ടായിടുള്ള പകയാ. സ്നേഹിക്കാമായിരുന്നില്ലേ? കൊണ്ടു നടക്കാമായിരുന്നില്ലേ? ഒരിക്കലെങ്കിലും കൊണ്ടുപോകാമായിരുന്നില്ലേ? അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾ സാധിച്ചു കൊടുക്കാതെ പോയത്? അങ്ങനെ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് എൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, പറ്റിപ്പോയി. ഞാൻ ചോദിച്ചു, സമയമുണ്ടോ ഇനി? ഇല്ല ഇല്ല, പ്രാർത്ഥിക്കേ, നിങ്ങളൊന്ന് കുമ്പസാരിക്കണം. ഞാൻ അച്ഛനെ ഏർപ്പാടാക്കി തരാം. ഡയറക്ടർ അച്ഛൻ എൻ്റെ സുഹൃത്താ. അച്ഛനെടുത്ത് നിങ്ങളെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞ് മനസ്സിൻ്റെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെക്ക്. ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. അവർ മരണത്തോടെ അടുക്കുക. ഞാൻ അങ്ങനെ അയാളൊന്ന് ആശ്വസിച്ച് തിരിച്ചു വന്നിട്ട് ഞാൻ ലിസിയോട് പറഞ്ഞു, അയാൾ മുറി കയറത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്ഷമിക്കണം ലിസി, ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സമ്മതിച്ചു, പക്ഷെ എനിക്ക് അയാളെ കാണരുത്. ഇല്ല, അയാൾ കാണാൻ വരില്ല. മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ഡെഡ് ബോഡിയെ തൊടരുതെന്ന് പറയണം. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. അയാൾ എന്നെ മുത്തരുതെന്ന് പറയണം. ഞാൻ പറയാം. നിങ്ങൾ ശാന്തമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ ഈ സ്ത്രീയുടെ അടുത്ത് കുറച്ച്, പക്ഷേ വെളുപ്പിനെ മരിച്ചു അവര്. അപ്പോഴേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആര് ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടാലും ചോദിക്കാൻ തോന്നും, ദൈവം 30 വർഷമായിട്ട് ഒരെണ്ണത്തിനെ തന്നില്ലേ? ദൈവം 40 വർഷമായിട്ട് ഒരെണ്ണത്തിനെ തന്നില്ലേ? ദൈവം 25 വർഷമായിട്ട് ഒരെണ്ണത്തിനെ തന്നില്ലേ? സ്നേഹിക്കാമായിരുന്നില്ലേ? കൂടെ കിടത്താമായിരുന്നില്ലേ? കെട്ടിപ്പിടിക്കാമായിരുന്നില്ലേ? എന്തൊക്കെ ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ഇനി നേരെ ഒന്നും പോയിട്ടില്ല, ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ നേരം കിടപ്പുണ്ട് നിങ്ങൾക്ക്, ആ സ്ത്രീക്കല്ലേ ഇല്ലാത്ത. അതുകൊണ്ട് ഒരു തിരിച്ചു വരവ് അനിവാര്യമായിരിക്കുന്നു. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അതിൻ്റെ സർവ്വവിധ പ്രതാപങ്ങളോടും കൂടി പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മീയതയെ, നമ്മുടെ ദൈവാനുഭവങ്ങളെ അതിൻ്റെ സർവ്വവിധ വിശുദ്ധിയോടും കൂടി നിങ്ങൾക്കൊന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്ക്. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കും, യാതൊരു സംശയവും വേണ്ട. നിർത്തിക്കോട്ടെ. നിർത്തിയിട്ട് പൊടിയുന്നോ? നിങ്ങളൊക്കെ നല്ല മനുഷ്യരല്ലേ. വല്ലതും ചോദിക്കാനുണ്ടോ എന്നോട്? 2 വർത്താനം പറയണമെന്നില്ല ആഗ്രഹം തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നു അല്ലേ? പക്ഷെ കൊണ്ടില്ല. ചിലരെന്നോട് പറയും ക്ലാസ് കൊള്ളായിരുന്നു, പക്ഷെ കൊണ്ടില്ല. അതുകൊണ്ട് കൊള്ളണം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ഇടവകയെ, ഈ വൈദികരെ, നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ മക്കളെ, നാട്ടിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ തമ്പുരാൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആകുലതകളും വേദനകളും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം ഞാൻ അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് സഹായകനാകട്ടെ. നിങ്ങളുടെ സന്തോഷങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കട്ടെ. അതെ, സമൃദ്ധമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടിയതിനുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ പണി അറിയാം. തകർന്ന കുടുംബങ്ങളെ കൂട്ടിച്ചേർക്കുന്ന പണി വലിയ പണിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഉറങ്ങാത്ത രാത്രികൾ, സ്വന്തം മകനിൽ നിന്ന് ഗർഭിണിയായി ഒരമ്മ എൻ്റെ മുന്നിലിരുന്ന രാത്രി, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥന മാത്രം ചെയ്ത രാത്രികൾ, ഇങ്ങനെ വേദനിപ്പിച്ച ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളാണ്. പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണേ എന്ന് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.